ദൈവത്തിന് മഹത്വം. Glory be to God. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയത്തിന് വേണ്ടി ഒരു വേദവാക്യം വായിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. For tonight's meditation, I would like to read a portion of scripture and highlight a few aspects therefrom. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ വായിക്കാം. This is one book of Ezra, read chapter 7 verses 21 to 23. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെ. അർത്ഥശ്രേഷ്ഠ രാജാവായ നാം നദിക്കക്കരെയുള്ള സകല ഭണ്ഡാര വിചാരകന്മാർക്കും കൽപ്പന കൊടുക്കുന്നത് എന്തെന്നാൽ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്രാ പുരോഹിതൻ നിങ്ങളോട് ചോദിക്കുന്നതൊക്കെയും 100 താലന്ത് വെള്ളിയും 100 കോർ ഗോതമ്പും 100 ബത്ത് വീഞ്ഞും 100 ബത്ത് എണ്ണയും വരെയും ഉപ്പ് വേണ്ട പോലെയും ജാഗ്രതയോടെ കൊടുക്കണം. രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും രാജ്യത്തിന്മേൽ ക്രോധം വരാതിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന് അവകാശമുള്ളതൊക്കെയും കൃത്യമായി ചെയ്യേണ്ടതാകും. ദൈവത്തിന് മഹത്വം. Glory be to God. അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് സമയം പോവാൻ ആഗ്രഹിക്കുന്നില്ല. I am not willing to go to the historical background and waste the time. ദൈവത്തിന്റെ ആലയത്തിൽ ക്രോധം വരാതിരിക്കുന്നതിന് വേണ്ടി എസ്രാ പുരോഹിതൻ ചോദിക്കുന്നൊക്കെയും കൊടുക്കണമെന്ന് രാജാവ് അവിടെ കൽപ്പിക്കുന്നു. The king Artaxerxes passes a royal decree. What is demanded by this priest and the scribe Ezra should be met with in order to hinder the wrath of God coming upon the people. എസ്രാ പുരോഹിതന് ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. The hand of God was in favor of the priest Ezra. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എസ്രായെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ ദൈവത്തോട് കൂടെ നടന്നവനും ദൈവത്തിന്റെ വ്യവസ്ഥപ്രകാരം ആലോചനയ്ക്കൊത്തവണ്ണം ജീവിച്ച വ്യക്തിയാണ് എസ്രാ പുരോഹിതൻ. When we learn about this priest Ezra, we come to notice he was the one who was walking according to the counsel of God and the one who did all the will of God. അതുകൊണ്ട് അർത്തക്സക്ത രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു, എസ്രാ ചോദിക്കുന്നതൊക്കെ അവന് എല്ലാം കൊടുക്കണം. എന്തിനു വേണ്ടി? ആലയത്തിൽ ദൈവകോപം ഉണ്ടാകാതിരിക്കാൻ, ക്രോധത്തിന് ഒഴിവാക്കുന്നതിന് വേണ്ടി എസ്രാ പുരോഹിതൻ ചോദിക്കുന്ന വസ്തുക്കളെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. Therefore here King Artaxerxes passes a royal decree. What is demanded by this priest Ezra should be complied with in order to hinder the wrath of God coming upon the house. Which means all things should be brought here are mentioned here. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, as we come to the book of Ezra chapter 7 verse number 10, എസ്രാ യഹോവയുടെ ന്യായം വായിച്ചാണ്ട് വായിക്കും. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും, എസ്രാ പുരോഹിതനെ കുറിച്ച് പഠിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണം പരിശോധിക്കുന്നതിനും അതനുസരിച്ച് നടപ്പാനും, അതിനനുസരിച്ച് നടക്കുന്ന വ്യക്തിയും, ഇസ്രായേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചിരുന്നു. എസ്രായുടെ സ്വഭാവത്തെ പറ്റി പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ പരിശോധിക്കുവാനും അത് അങ്ങനെയോ എന്ന് മനസ്സിലാക്കിയിട്ട് അതേ പ്രകാരം ജീവിപ്പാനും ദൈവപ്രസാദത്തിനൊത്തവണ്ണം ജീവിച്ച ഒരു വ്യക്തിയാണ് എസ്രാ പുരോഹിതൻ. As we examine the very nature of this priest Ezra, we come to notice he was the one who was in search and seeking the law of God and the one who was exercising the same in his practical life. അതുകൊണ്ട് എസ്രാ പുരോഹിതന് ദൈവത്തിന്റെ കരം അനുകൂലമായിരുന്നു. Therefore the hand of God was in favor of this priest Ezra. എന്താണ് അവന്റെ വാഞ്ച? What was his desire? ദൈവത്തിന്റെ ആലയത്തിൽ ദൈവകോപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആലയത്തിന്റെ ദൈവകോപത്തിൽ നിന്ന്, ക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അതായിരുന്നു എസ്രായുടെ ആഗ്രഹം. The desire of Ezra is that the people should find rescue, deliverance from the wrath of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രിയ ദൈവമക്കളെ, നമുക്ക് ആത്മീയമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതായി ദൈവമക്കൾ ദൈവത്തിന്റെ ആലയമാണല്ലോ. Beloved people of God, as we interpret in the spiritual angle, we notice a person who is filled with the anointing is a temple of God. ദൈവ കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി 4-5 വിധമായിരിക്കുന്ന അനുഭവങ്ങൾ ഓരോ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. In order to escape the wrath of God, 5 things should be brought here. I would like to highlight the spiritual aspects of the same. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വചനങ്ങൾ വായിച്ചത് 5 വിധമായിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. As we come to book of Ezra chapter 7 verses 21 to 23, we come across 5 kinds of components should be brought there. ദൈവമക്കളെ, ഒരു അന്ത്യകാലത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. Beloved people of God,
we have stepped into the last dispensation. അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. We cannot predict as to what's going to take place in the ensuing moment. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയ പേടി സ്വപ്നമായിട്ട് ഭയാനകരമായിട്ട് അവസ്ഥയിൽ മനുഷ്യൻ ഇന്ന് മുൻപോട്ട് പോവുകയാണ്. As we observe the present circumstance of the world, man is moving forwards in a panicky and traumatized state. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും? What's going to take place in the ensuing moment? അടുത്ത നിമിഷം നമുക്ക് എന്താണ് സംഭവിക്കാൻ The പോകുന്നത്? next minute, what's going to befall us? ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ 8 മണി കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു. ഇപ്പോൾ നിലവിലുള്ളായിരിക്കുന്ന 1500 നോട്ട് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. One evening after 8 o'clock, an announcement was made to the nation as part of demonetization. The existence 500 and 1000 currency is out of order. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അത് മുഖാന്തരമായിട്ട് പലവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെയും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. Because today people have been undergoing different hardships and afflictions. 1 കോടി രൂപ ബാങ്കിൽ നിഷേധിച്ചാലും അല്ലെങ്കിൽ ഉണ്ടെങ്കിലും 10 കോടി ഉണ്ടെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ അധികാരികൾ പറയുന്നത് ഇത്ര മാത്രം എടുക്കാവൂ, ഇത്ര മാത്രം വലിക്കാണ്ടിരിക്കുകയുള്ളൂ. കല്യാണ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കിയിട്ടുള്ള പൈസ ആയാലും ഇത്ര എടുക്കാൻ കഴിയുള്ളൂ. ഒരു നിയമം ഉണ്ടായിരിക്കുന്നു. ആ നിയമത്തിൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. Whatever is your deposits and bank balance, whether it is 1 crore or 100 crores, and it is not of the matter, in order to solemnize the marriage of your daughter, you cannot take things according to your fantasy, because the government says that this particular amount can be withdrawn from the bank. ഇതൊന്നും യാദൃച്ഛ്യമായി സംഭവിക്കുന്നല്ല. These things are not haphazard events. ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് ദൈവമക്കളെ. These things cannot but take place. ഇനി വരാൻ പോകുന്നതായിരിക്കുന്ന ഒരു എതിർ ക്രിസ്തുവിന്റെ ഭരണകൂടത്തെ കുറിച്ച് നമുക്ക് വചനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. സംഭവിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള അവസ്ഥ നേരിടാൻ പോകുകയാണെന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ഉണരേണ്ടതായ ഒരു സമയം കൂടെയാണെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. These things are the potent indicators of the regime of Antichrist that is yet to come to pass. More dangerous, more deadly, more nightmarish events are going to take place. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. Let us come back to our subject. ആലയത്തിൽ ക്രോധം വരാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഒന്നാമതായി പറയുന്നത് 100 താലന്ത് വെള്ളി കൊണ്ടുവരണം. You ought to amplify the wrath of God. And the first thing is then 100 talents of silver should be brought to the temple. 100 എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയും അത് പൂർണ്ണതയാണ്. 100 speaks about perfection. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളുടെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലും നമ്മൾ വീണ്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ അത് പരിപൂർണമായിരിക്കണം. ഒരിക്കലും കുറവ് ഉണ്ടാകാൻ പാടില്ല. Touching the people of God in every aspect as we are redeemed, there should be of the measure of perfection. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടത് വാസ്തവമായി ദൈവമക്കളെ നമുക്കറിയാം. അത് അവന് ഒരു വീണ്ടെടുപ്പിന്റെ വിലയെ കുറിച്ച് പഠിക്കുമ്പോൾ 1/2 ശേക്കൽ വെള്ളി കൊണ്ട് അവന് വീണ്ടെടുത്തു വചനം വായിക്കുന്നു. We know the history how the children of Israel were redeemed from the bond of Egypt by paying 1/2 shekel silver only. They were redeemed. ഒരു ലേവിനെ വീണ്ടെടുക്കുമ്പോൾ 5 ശേക്കൽ വെള്ളി. As a Levite was redeemed, the price was 5 shekels of silver. പുറപ്പാട് പുസ്തകം 15-13 വാക്യത്തിൽ വായിക്കുമ്പോൾ Book of Exodus chapter 15 verse number 13. ഇസ്രായേൽ മക്കൾ പാപത്തിന് മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നു. The Israelites went under the bondage of sin in Egypt. ആ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ചു കൊണ്ടുവരണം. The children of Israel should be delivered, brought from that land of bondage. ഈ വെള്ളി എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെ കാണിക്കുകയാണ്. Silver speaks about redemption. ഒരു കാലത്ത് ദൈവമക്കളെ നാം പാപത്തിന്, ഈ ലോകത്തിന്, ഈ പൈശാചിക ശക്തിക്ക്, ലോകത്തിന് ദുഷ്ടശക്തിക്ക് നമ്മൾ അടിമത്തത്തിലായിരുന്നു. Well, our people of God, in the time past, we were under the bondage of sin, this world, wickedness, and the devilish forces. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്താൽ ദൈവമക്കളെ നമ്മെ വീണ്ടെടുത്തു എന്ന് നമുക്ക് വചനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. From the word of God we come to understand, by the death of Lord Jesus Christ on the cross of Calvary, we have been redeemed. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്തായിരുന്നു? എങ്ങനെയെങ്കിലും ഈ അടിമത്തത്തിൽ ഞങ്ങൾ രക്ഷ പ്രാപിക്കണമെന്നുള്ളതാണ്. What was the cry of the children of Israel? Oh, somehow then we must be delivered from this bondage. ഇവിടെ ഇരിക്കുന്ന എത്രയോ ആയിരക്കണക്കിന് ജനങ്ങൾ, നൂറുകണക്കിന് ജനങ്ങൾ ഇരിക്കുന്നു. അവരോട് ചോദിച്ചാൽ പറയും, കഴിഞ്ഞ കാലഘട്ടത്തിൽ പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, പൈശാചിക ശക്തികൾക്ക് ഞാൻ അടിമ ആയിരുന്നു. Thousands of people have congregated here. If you ask everyone, they will respond, in the time was I was addicted to, I was enslaved to sin, sickness, curses, and devilish powers. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയാൽ നമുക്കത് രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞു. By the mercy of our Lord Jesus Christ, we are able to find deliverance therefrom. അത് വിശ്വസിക്കുന്നവർ ആ പാപത്തിൽ അടിമത്തത്തിൽ രക്ഷ പ്രാപിപ്പാൻ കഴിഞ്ഞുവെന്ന്, വീണ്ടെടുക്കുവാൻ കഴിഞ്ഞുവെന്ന് ആ വലിയ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു ദൈവമക്കൾ ഒരു അല്ലേലൂയ പറയാമോ?
Praise the Lord. പാപത്തിന്, ശാപത്തിന്, രോഗത്തിന്, പൈശാചിക ശക്തികൾക്ക് അടിമത്തത്തിലായിരുന്ന നമ്മെ ദൈവം നിശ്ചയമായി ദൈവമക്കളോട് വീണ്ടെടുത്തല്ലോ. ആ വീണ്ടെടുപ്പാன കർത്താവ് നമ്മൾ മഹത്വം കൊടുത്ത് നമ്മൾ ജീവിക്കണം. We were under the servitude of sin, sickness, curses, and the satanic forces. The Lord has redeemed us. Therefore, we must offer praise unto the Lord with a grateful heart. എവിടെ നിന്നാണ് നമ്മൾ വീണ്ടെടുത്തത്? From where had we been redeemed? ഒന്ന്, The first context, ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നമ്മെ വീണ്ടെടുത്തു. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, from the slavery of the law we have redeemed, which is mentioned in the book Galatians chapter 5 verse 5. ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് നമ്മെ ദൈവം രക്ഷിച്ചു. It is from the slavery of the law, from the curse, the Lord had rescued us. ദൈവമക്കളെ, ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ അടുക്കലേക്ക് നയിക്കുവാൻ കഴിയാത്തായ ഒരു ശിശുപാലകനായിരുന്നു, അല്ലെങ്കിൽ വളർച്ചയില്ലാത്ത, അല്ലെങ്കിൽ പൂർണ്ണപ്രാപിപ്പാൻ കഴിയാത്ത നിയമങ്ങളും ആരാധനകളുമായിരുന്നു. Beloved people of God, this law indicates an atmosphere, a circumstance which you cannot be drawn closer to the Lord, even of a childish nature, not of a developed or manly nature. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ന്യായപ്രമാണത്തിന്റെ അടിമത്തിൽ നിന്ന്, ആ ശാപത്തിൽ നമ്മൾ രക്ഷ പ്രാപിച്ചു. The Lord has delivered us, the Lord has saved us from the slavery of the law. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഗലാത്യ ലേഖനം 3:13 വായിക്കുമ്പോൾ, coming to the book of Galatians chapter 3 verse 13. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മളെ കർത്താവ് വിടുവിച്ചു. Our Lord has redeemed us from the curse of the law. ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ഒരു ശാപത്തിന് കീഴിലായിരുന്നു. The law, that is, something was under the subjection of curse. ഒരു കാലഘട്ടത്തിൽ ദൈവമക്കളെ നാമും ശാപത്തിന് കീഴിലായിരുന്നു. Beloved people of God, the time passed, we are also under the subjection of the curse. ശപിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സൂത്രപ്രയോഗം, അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന പൈശാചിക ശക്തികൾ, അതുപോലെ നമ്മൾ എന്ത് സമ്പാദിച്ചാലും നേട്ടമില്ലാത്തൊരു അനുഭവങ്ങൾ. എല്ലാവരും പറയുമല്ലോ, എന്തോ ഒരു ശാപം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നത്. The time passed, we were in an accursed atmosphere. Our labor proved to be futile because of the affliction, satanic spirit, witchcraft, sorcery. What all we do, there's no progress and improvement. People say, oh, what a damned and cursed life it is. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, നിശ്ചയമായും ഇനി നിനക്ക് ശാപമില്ല. അതാണ് നമുക്ക് വിശ്വസിക്കുവാനുള്ളത്. Beloved people of God, who have been redeemed with the blood of Lord Jesus Christ, hereafter there's no curse for you. There's a source of joy. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പറയട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. 130-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, coming to Psalm 130 verse number 8. സകല അതിക്രമത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. The Lord has delivered us from every transgression. സകല അതിക്രമത്തിൽ നിന്നും നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തു. Oh, God has redeemed us from every transgression. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അടുത്തതായിട്ട് ഗലാത്യ ലേഖനം 1-3 വാക്യത്തിൽ വായിക്കുമ്പോൾ, In furtherance, Galatians chapter 1 verse number 3. ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. Our God has delivered us from this wicked world. ഒരു കാലത്ത് നമ്മൾ ഈ ദുഷ്ടലോകത്തിന് അടിമത്തത്തിലായിരുന്നു, അല്ലെങ്കിൽ ദുഷ്ടലോകത്തിന്റെ മോഹങ്ങളിൽ ആയിരുന്നു നമ്മൾ ജീവിച്ചത്. During the yesterdays, we are governed by the spirit of the lust of the world, and we are under the subjection of this wicked world. എന്നാൽ അവിടെ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. However, therefrom the Lord has delivered us. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. 1 പത്രോസ് 1:18 വാക്യത്തിൽ വായിക്കുമ്പോൾ, Coming to 1 Peter chapter 1 verse number 18. അവിടെ ഇപ്രകാരം വായിക്കുന്നു, That is what we understand therefrom. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നടപ്പിൽ നിന്ന് നമ്മെ രക്ഷിച്ച ആ അനുഭവത്തെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. In that passage we understand the nature in which God has delivered us from the vain and traditional conversation. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് പൊന്നവെള്ളി ഇതിനെ വസ്തുക്കളെ കൊണ്ടല്ല, നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തു. The Lord has redeemed us not with the corruptible things such as silver and gold, but he has shed his matchless and unbreakable love for us. ദൈവത്തിന് മഹത്വം. Praise be to the Lord. വാസ്തവമായി നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിന്റെ വിലയെ നമുക്കൊന്ന് ഓർക്കാം. Really, it is examine, think about the price the Lord has paid in order to redeem us. വിഷയങ്ങൾ ഓരോന്ന് പറയാനുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. Splendid things are to be highlighted. Let me touch and go. അതുകൊണ്ടാണ് ബൈബിൾ വായിക്കാത്തത്. Therefore, I don't allow Bible passage to be read out. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ഈ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചുവെങ്കിൽ ഈ ലോകത്തിന് നമ്മൾ ഇനി അനുരൂപരാകരുത്. Beloved people of God, if God had delivered us from this world, we must not be conformed to this wretched world again. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നത് തിരിച്ചറിഞ്ഞ് മനസ്സൊതുക്കി രൂപാന്തരം പ്രാപിക്കണം. Be not conformed to the lust of the world. You have to understand what is good and acceptable, and you can by the reading of the Spirit. ഈ ലോകത്തിന്റെ ഫാഷൻ,
fashion of this world, ഈ ലോകത്തിന്റെ മോഡൽ, the model of this ഈ world, ലോകത്തിന്റെ വസ്ത്രധാരണ, the dress code of this ഈ world, ലോകമായിട്ടുള്ള ബന്ധത്തിലുള്ള സന്തോഷം, joy of this world. അതിലൊക്കെ നമ്മൾ അടിമത്തത്തിലായിരുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വീണ്ടും ദൈവകൃപയിൽ വന്നപ്പോൾ വീണ്ടും അതിലായി കുടുക്കിലായി പോയാൽ ഒരു കാലത്തും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയില്ല. നീ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തുവാൻ കഴിയില്ല. ദൈവക്രോധം നിന്റെ മേലുണ്ടാകും. In the time past, we were enslaved to all these things, but by the mercy of God, the Lord has delivered us therefrom. Again, if you plunge into such things, it is impossible to retrieve you, and you are under the yoke of bondage again. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. മറ്റൊന്ന് ചിന്തിച്ചാൽ ദൈവമക്കളെ 106 സങ്കീർത്തനത്തിലെ 10 വാക്യത്തിൽ വായിക്കുമ്പോൾ, Again, coming to Psalm 106, verse number 10. ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കർത്താവ് വിടുവിച്ചു. The Lord has delivered us from the hands of the enemy. ആരാണ് ശത്രു? Who is this enemy? മനുഷ്യനല്ല, It is not human being, അയൽവാസികളല്ല, not the neighbor, നിന്റെ കൂട്ടുകാരല്ല, not to comrade. മറ്റാരെങ്കിലുമല്ല. It is no human being. നിന്നെ തകർക്കുവാൻ ആഗ്രഹിച്ചതായ പിശാചാണ്. It is a devil who attempts to topple your spiritual life. ആ പിശാചിന്റെ ശക്തി നിന്ന് നിന്നെ രക്ഷിച്ചല്ലയോ? The Lord has saved you from the power of the enemy. 2016 ദൈവമക്കളെ, നിനക്ക് ആ സാത്താന്റെ അടിമത്തത്തിലായിട്ട് നീ മരിച്ചു പോകാമായിരുന്നു. In the year 2016, you were under the captive of the devil, and death should have visited you. എന്റെ ദൈവം നിശ്ചയമായും ആ ശത്രുവിന്റെ കയ്യിൽ നിന്ന്, പകയന്റെ കയ്യിൽ നിന്ന് എന്റെ ദൈവനെ വിടുവിച്ച് ഇന്ന് സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിപ്പാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ ചിന്തിക്കുന്നവരും, ഇനി ഒരു ശത്രുവിന്റെ പോരാട്ടം എനിക്കില്ല എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്തതല്ലേ പറഞ്ഞാട്ടെ. Praise the Lord. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ശത്രുവിന്റെ പോരാട്ടത്തിൽ നമ്മെ വിടുവിച്ച് ആ ഭയത്തിൽ നമ്മെ ദൈവം വിടുവിച്ചല്ലോ. The Lord has delivered us from the struggles of the enemy. He has rescued us from the fear of death. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അടുത്തതായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. Further, I would like to highlight one more aspect. ഹോശിയ 13:14. Book of Hosea chapter 13 verse 14. മരണത്തിന്റെ കണിയിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. The Lord has delivered us from the snare of death. അഥവാ മരണ ഭയത്തിൽ നമ്മെ കർത്താവ് വിടുവിച്ചു. In other words, the Lord has delivered us from the grip of the fear of death. ഈ നിലയിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളായിരുന്നു. We were in such a strange state during the yesterdays. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചു. Come on, the Lord had delivered us therefrom. എന്റെ വചന ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ദേശവാസികളെ, Fellow inhabitants of this part of the land, listening to my voice. ഇതിനൊക്കെയും നീ അടിമയായിരിക്കുന്നുവെങ്കിൽ ദൈവകോപം നിന്റെ മേൽ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിപ്പാൻ നിശ്ചയമായും നീ വീണ്ടെടുപ്പിൽ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് നിലവിളിക്കണം. Still, if you are in the captivity of all these things, you are in the house of that slavery. You have to come back into the presence of God. Otherwise, the wrath of God may befall ആലയത്തിൽ you. ദൈവകോപം ഉണ്ടാകാതിരിപ്പാൻ വെള്ളി അവിടെ വരണം. In order to amplify the wrath of God from the house of God, silver should be brought there. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിട്ട് നാം ജീവിക്കണം. Which means we have to maintain our life being the ones redeemed by God. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the ആ Lord. ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ നിശ്ചയമായി ഈ വചനം നിനക്കൊരു കണിയായിട്ട് മാറും. Unless you have the desire to be rescued from the wrath of God, truly this word of God is going to be a snare for you. ആലയത്തിൽ ദൈവക്രോധം ഉണ്ടാകാതിരിപ്പാൻ വെള്ളി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആ വീണ്ടെടുപ്പിൻ സന്തോഷത്തിൽ ഓരോ ദിവസവും ദൈവമക്കൾ ജീവിക്കണം. In not able this wrath of God coming to your house, you have to buy this silver, which means you have to maintain this joy of redemption always in your life. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, പാപത്തിനും ശാപത്തിനും രോഗത്തിനും പൈസായി ശക്തികൾക്കും പിശാചിന്റെ ബന്ധനത്തിനും ഈ ലോകത്തിന്റെ മോഹങ്ങളിലും അകപ്പെട്ടിട്ട് നമ്മൾ നിരാശയോടെ മരിക്കാമായിരുന്നു. എന്നാൽ അത് രക്ഷ പ്രാപിപ്പാൻ വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് ചിന്തിക്കാം, ധ്യാനിക്കാം, അവന് മഹത്വം കൊടുക്കാം. Well, but people of God, we should have been strapped, we should have been stranded under the sin, sicknesses, curses, and the powers, dark forces of the world. We should have passed away by the matchless mercy of the Lord. The Lord visited us, the Lord has redeemed us. Therefore, let us think of that matchless love, Lord Jesus Christ, showcased on the cross of Calvary. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഒരു കാര്യം ഞാൻ സംഭവിച്ച ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. A true event comes to memory. I would like to divulge before you. രണ്ടാം യുദ്ധകാലത്ത് During the Second World War, പോളണ്ടിലെ നാസിയിലെ ചില തടവുകാരെ പാർപ്പിച്ചിരുന്നു. the Nazi camp in Poland, some soldiers were put in bars. ഏകദേശം 600 തടവുകാരുണ്ടായിരുന്നു. Around about 600 prisoners ആ were there. തടവുകാരിൽ ഒരുത്തൻ ഓടി രക്ഷ പ്രാപിച്ചു. Of the prisoners, one just ran away. എന്നാൽ അതിന്റെ അധികാരിയായിരിക്കുന്ന ആ വ്യക്തിക്ക് കോപമുണ്ടായതിനു ശേഷം ഈ 600 തടവുകാരിലെ ഒരുവൻ രക്ഷ പ്രാപിച്ചല്ലോ ഓർത്തിട്ട് മറ്റുള്ളവരോട് കോപം
ഉള്ളവരായിട്ട് മാറി. The general got infuriated because of this incident, because one person escaped and he wanted to finish off the remaining. ആ ക്യാമ്പിലെ കമാൻഡറായിരിക്കുന്ന കേണൽ 1941 ജൂലൈ മാസം 1-ാം തീയതി In 1941, July 1st, the commander came there. ഈ പട്ടാളക്കാരെ എല്ലാം നിരത്തി നിർത്തിയതിനു All ശേഷം the soldiers were kept in line. ഇപ്രകാരം താൻ കേണൽ ഇപ്രകാരം പറഞ്ഞു, The general passed such an order. തടവുകാരിൽ ഒരുത്തൻ ഓടിപ്പോയല്ലോ, You see, of the prisoners, one person escaped. അവനെ വീണ്ടും കൊണ്ടുവന്നില്ല എങ്കിൽ Unless he is brought back, അവനെ ഒരുത്തിന് വേണ്ടി നിങ്ങളിൽ 10 പേരായിരിക്കും ശിക്ഷ അനുഭവിക്കേണ്ടത്. because that one person of you, 10 shall be shot to death. ആ കേണൽ That colonel, 600 പേരിൽ ഒരാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെ മൊത്തം നിരത്തി നിർത്തി. one person escaped, all the other people were asked to fall in line. അതിന് 10 പേര് മുൻപോട്ട് നിൽക്കാൻ പറഞ്ഞു. And again he directed 10 people to come to the forefront. 10 പേര് മുൻപോട്ട് നിന്നു. 10 stepped out. അതിലൊരുവൻ Of which one? നിലവിളിച്ചു, He started shrieking, എന്റെ ഭാര്യ, and asked, my wife, എന്റെ കുഞ്ഞ് my child. എന്ന് പറഞ്ഞ് നിലവിളിച്ചു. He started crying aloud. ഈ നിലവിളി കേട്ടിട്ട് On hearing his wailing, മറ്റൊരു പട്ടാളക്കാരൻ another soldier, അവന് പകരം ഞാൻ ശിക്ഷ അനുഭവിക്കാൻ ഏൽക്കാന്ന് പറഞ്ഞ ശേഷം ആ നിലവിളിച്ചവനെ മാറ്റിയ ശേഷം സ്വതവേ അവൻ കരുതുന്നു. vicariously he came forward telling, in his place, I am ready to die, and he voluntarily took his position. അവൻ ഈ ശിക്ഷയേറ്റു. So he undertook that punishment. ആ ഓടിപ്പോയ തടവുകാരന് വേണ്ടി 10 പേര് ദാരുണമായി മരിച്ചു. For the escaped prisoner, 10 people just diabolically നിലവിളിച്ച ആ വ്യക്തിക്ക് വേണ്ടി ഒരുവൻ പകരക്കാരനായിട്ട് മുമ്പോട്ട് നിന്നു. because of the wailing one soldier, another person comes forward on his behalf. പ്രിയ മക്കളെ, ഞാനും നിങ്ങൾ മരിക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ പിടഞ്ഞു മരിച്ചല്ലോ. Beloved people of God, instead of our death, Lord Jesus Christ, he struggled on the cross of Calvary and died. പാപിയായ ദോഷിയായ പിശാചിന്റെ ശക്തിയിലായിരുന്ന നമുക്ക് നാം തന്നെ മരിക്കേണ്ടതായിരുന്നു. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചുവെങ്കിൽ നമുക്ക് സ്തുതിക്കുവാൻ കഴിയില്ലേ? We who are the sinners, the wicked people, we had followed the ways of the devil. If Lord Jesus Christ died on the cross of Calvary for us, can't be praising ആ him. നിലവിളിച്ച ആ പടയാളിക്ക് വേണ്ടി പകരക്കാരൻ ഒരു മരിക്കാരിൽ നിന്നിട്ട് അവന് ശിക്ഷ ഏറ്റെടുത്തുവെങ്കിൽ ഞാനും നിങ്ങൾ മരിക്കേണ്ട സ്ഥലത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ കാൽവരി ക്രൂശിൽ മരിച്ചുവെങ്കിൽ അവനാണ് രക്ഷകൻ. അവനെ നമുക്ക് ഓർക്കാം, അവനെ നമുക്ക് സ്തുതിക്കാം. In the place when one soldier just wailed out because of his death, other person comes forward, takes his position. If that being so, our Lord Jesus Christ died on the cross of Calvary for your sins and mine. Therefore, let us consider him, accept him as a savior. Let us consider the value of redemption he has offered. എന്നെ നീ സ്നേഹിക്കുവാൻ യാതൊരു നന്മയും എന്നിലില്ലേ, ഭാവി എന്നെ നീ സ്നേഹിക്കുവാൻ യാതൊരു നന്മയും എന്നിലില്ലേ, കാരുണ്യവാന നായകനെ എന്നെയും തേടി വന്നു, കാരുണ്യവാന നായകനെ എന്നെയും തേടി വന്നു. പാടാനറിയാമെങ്കിൽ എന്നോട് ചേർന്ന് കൂടെ പാടാമോ? ഭാവി എന്നെ നീ സ്നേഹിക്കുവാൻ യാതൊരു നന്മയും എന്നിലില്ലേ, ഭാവി എന്നെ നീ സ്നേഹിക്കുവാൻ യാതൊരു നന്മയും എന്നിലില്ലേ, Thank you, Lord. We come to Nabakash. ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തെ കര ഉയർത്തി ഒരു ദൈവത്തെ സ്തുതിക്കാമോ? Let us lift our hands and offer praises unto the Lord. ഭാവിയായ നിന്നെ എന്നെയും സ്നേഹിപ്പാൻ പകരക്കാരനായിട്ട് കാൽവരി ക്രൂശിൽ മിടച്ചു പിഴഞ്ഞു മരിച്ചതായ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നിന്റെ ഉത്തരവാദിത്ത കർത്താവ് ഏറ്റെടുക്കും. ദൈവക്രോധത്തിൽ നിന്നെ രക്ഷമിക്കുവാൻ ഗുണം ഇന്ന് രാത്രികാലം നമ്മുടെ യേശുവിന്റെ സാന്നിധ്യമുണ്ട്. I and you were sinners. Lord Jesus Christ undertook our curses upon him, died on the cross of Calvary.
if you're able to understand that Jesus died on your behalf tonight, the marvelous presence of Jesus is in your midst, you can experience the joy of redemption in your life. കർത്താവേ, പാപിയായ എന്നെ സ്നേഹിക്കുവാൻ ഒരു നന്മ എന്നിലില്ല കർത്താവേ. Confess, O Lord, I do not have any goodness in me whereby you have loved me the sinner. നിന്റെ സ്നേഹം മാത്രമാണ്, It's only thy love, നിന്റെ കരുണ ഒന്ന് മാത്രമാണ്, only thy mercy, നിന്റെ ആദരവ് ഒന്ന് മാത്രമാണ്. only thy consideration. എന്നോട് എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചുകൊണ്ട് മാത്രമേ O അതിരിക്കുകയാണ്. Lord, you poured out your life for me, therefore today I remain alive. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് രാജാവിനെ പറയട്ടെ. പ്രിയ മക്കളെ, ദൈവകോപത്തിൽ നിന്ന് ക്രോധത്തിൽ രക്ഷ പ്രാപിപ്പാൻ നാം വീണ്ടെടുപ്പിൻ സന്തോഷത്തിൽ നമ്മൾ ജീവിക്കണം. Beloved people of God, we must mention the joy of redemption whereby we'll be free from this wrath and indignation. ആ കാൽവരി നോക്കി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Let us behold the Calvary and offer praises unto him. എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച കർത്താവേ, അങ്ങേ ഞാൻ സ്തുതിക്കും നമുക്ക് പറയാം. O Lord Jesus Christ, who died on my behalf on the cross of Calvary, I will praise you, Lord. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിക്കപ്പെട്ട ദൈവമാണ്, അവനാണ് വലിയവൻ. Lord Jesus Christ, who sacrificed his life for us, he is really the great God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ആ വലിയവനെ നമുക്ക് വലിയവനായ ദൈവത്തെ നമുക്ക് ഉയർത്തി കാണിക്കാം. Let us highlight our God who is really great. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. രണ്ടാമതായിട്ട് ആലയത്തിൽ ക്രോധം വരാതിരിക്കുവാനായിട്ട് അവിടെ കാണുന്നത് ഗോതമ്പ് ആലയത്തിലേക്ക് കൊണ്ടുവരണം. You not to arrest this wrath of God coming upon the house. The second thing to be brought is wheat. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 12:24 വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ഗോതമ്പിനെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് ഇപ്രകാരം പറയുന്നു. As we come to the book of John chapter 12 verse 24, we read about this wheat. ഈ ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. Wheat typifies our Lord and Savior Jesus Christ. വായിച്ചേ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്തു വീണ് ഗോതമ്പ് മണി നിലത്തു വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, തനിയെ ഇരിക്കും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. Except the corn of wheat, it falls on the ground and dies, it shall remain alone. നമ്മുടെ If it dies, that shall yield forth much fruit. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗോതമ്പണി പോലെ നിലത്തു വീണ് അവൻ മരിച്ചു. Like wheat, our Lord Jesus Christ fell on the ground and died. ദൈവമക്കളെ, ഇതുപോലെ നാം നമ്മുടെ കർത്താവിന് ഗീതം ചെയ്തുകൊണ്ട് അവന്റെ മാർഗത്തിനു വേണ്ടി അവന്റെ വ്യവസ്ഥ പ്രകാരം ജീവിച്ച് അവന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാം അവന് വേണ്ടി മരിക്കുവാൻ കടപ്പെട്ടവരാണ്. After this similar tone, beloved people of God, we must hold fast the laws and promises of God. We are much obliged to die for his name. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവിടെ കാണുന്നുണ്ട് 100 കോർ ഗോതമ്പ്. There we read that 100 measures of wheat. അതൊരു 100 എന്ന് പറയുമ്പോൾ അത് പൂർണ്ണതയാണ്. Perfect speaks about perfection. എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു മാലിന്യമില്ലാത്ത പരിശുദ്ധനായ കർത്താവ്, That is the Lord Jesus who is quite impeccable, without any spot in his life. കരടില്ലാത്ത ജീവിതം, A life without any drug. മാലിന്യമില്ലാത്ത ജീവിതം, A life that is absolutely pure. പരിശുദ്ധനായ നമ്മുടെ കർത്താവ്, Our Lord Jesus is absolutely holy. വിശുദ്ധിയിൽ പൂർണ്ണനായ കർത്താവ്, The Lord who is perfect in ഒരു holiness. കുറവും ഇല്ലാത്ത നമ്മുടെ യേശു, Our Lord who is not coming short of anything. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പാപത്തിൽ ജനിക്കാത്തവൻ, The one who is not born in പാപം sin. അറിയാത്തവൻ, The one who did not know sin. പരിശുദ്ധനായ ദൈവം, The holy God. പരിശുദ്ധനായ ദൈവം, The holy God. അവന്റെ പരിശുദ്ധതയിൽ ആ പൂർണ്ണതയിൽ കരളില്ലാത്ത ജീവിതം ചെയ്തുകൊണ്ട് 100 മേനി ആയിത്തീർന്ന ദൈവമക്കളെ നിശ്ചയമായിട്ടും ദൈവകോപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയും. The people of God who attain perfection 100% in holiness, indeed, you can also be evaded from the wrath of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. മത്തായി സുവിശേഷം 3:12 വാക്യത്തിൽ വായിക്കുമ്പോൾ Coming to Matthew's Gospel, chapter 3, verse 12. ഈ ഗോതമ്പ് കളപ്പുരയിൽ ചേർക്കുന്നു, പതർ കെടാത്ത തീയിലേക്ക് വലിച്ചെറിയും. This wheat is collected into the garner, and again the chaff is just cast out to the unquenchable fire. വായിച്ചാട്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി, അവൻ കളത്തെ മുഴുവനും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നു. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നിന്റെ ജീവിതം പരിശുദ്ധമായിരിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതം നിർമ്മലമായിരിക്കുന്നുവെങ്കിൽ, നിന്റെ ജീവിതം നിഷ്കളങ്കമായിരിക്കുന്നുവെങ്കിൽ, പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ
നിശ്ചയമായും ഒരു മണിയറ നമുക്കായി ഒരുക്കുന്നുണ്ട്. അതാണ് പുതിയ യെരൂശലേം സ്വർഗ്ഗസിയോ. If your life remains holy, if you accomplish an unblameable, spotless and pure life, the Lord is preparing for you a chamber. The Lord is preparing a barn that is New Jerusalem and Zion for you. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ജീവിതം ദൈവമക്കളെ നാം പൂർണ്ണമായിട്ട് നമ്മുടെ കർത്താവിനായി സമർപ്പിക്കേണ്ട സമയമാണ്. Beloved people of God, this is a high time. We committed ourselves unto doing the will of God. യേശു പൂർണ്ണനായിരിക്കുന്ന പോലെ നാമും പൂർണ്ണത പ്രാപിക്കണം. As Jesus is perfect, we have to attain the same measure of perfection. എന്നാൽ ശത്രുവിന്റെ അവസ്ഥ എന്നറിയാമോ? What about the nature of the enemy? ഗോതമ്പിന്റെ ഇടയിൽ കൊണ്ടുവന്ന് കള വിതയ്ക്കും. Among the wheat, he will just sow the tares. ഇന്നത്തെ കാലത്തിൽ അവസ്ഥകൾ നോക്കിയാൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. When you observe the present atmosphere, we understand the same thing is palpable everywhere. രക്ഷിക്കപ്പെട്ടവർ, The saved ones, സ്നാനമെടുത്തവർ, baptized people, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ, even anointed people, തിരുവത്താഴ് മുടക്കാതിരിക്കുന്നവർ, regularly take part in Holy Communion. നല്ല സാക്ഷ്യം പറയുന്നവർ, People hear good testimony. വചനം സംസാരിക്കുന്നവർ, People who deliver the word of ഒക്കെ God. ഇന്നത്തെ അവസ്ഥ നോക്കിയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബ ജീവിതത്തിൽ, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെയും കള കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് സംശയം. When we observe the present status of such people in the personal life, in the domestic life, everywhere, among the wheat you can find a tares. നല്ല പ്രത്യാശയോടെ ജീവിച്ച ദൈവമക്കളുടെ ജീവിതത്തിലൊക്കെയും ഇന്ന് ലോകത്തിലെ സന്തോഷത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. The people of God who are holding fast their life and absolutely hope in the past, today they plunge into the pleasures of this world. ഇന്നത്തെ തലമുറയെ നോക്കിയാൽ ആർക്കും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. When you observe the present generation, they are quite uncontrollable. ഗോതമ്പായിട്ട് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. They have the desire to lead a life being wheat. പക്ഷേ കളയുണ്ടായിരിക്കുന്നു. So to say, tares are there. അതിനിടയിൽ ആ ഗോതമ്പ് ആ നിലത്ത് ഇതാണ് ഇപ്പോൾ കളയുടെ ഇടയ്ക്ക് വിതച്ചിരിക്കുന്നത്. ശത്രുവാണ് വിതച്ചിരിക്കുന്നത്. It is enemy who had sown the weeds and he had done it. മത്തായി സുവിശേഷം 13:25 വാക്യം. Matthew's Gospel chapter 13 verse 25. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചു പോയി. ഗോതമ്പിനിടയിൽ കള വിതച്ചു. When man was sleeping, the enemy came and he was sowing tares among them. അനേക കുടുംബങ്ങളില് ഇന്ന് കളയും ഗോതമ്പും കൂടെ ഒന്നിച്ചു പോകുകയാണ്. Today in many families we find together the marching together of wheat and the tares. പ്രാർത്ഥനയുണ്ട്, There is prayer, ബൈബിൾ വായനയുണ്ട്, reading the scripture, ആരാധനയുണ്ട്, there is service, പ്രബോധനമുണ്ട്. there is exhortation. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം After everything, പിശാചിന്റെ ധാരിക്കുന്ന പെട്ടിയുടെ മുമ്പിൽ ഇരിക്കുകയാണ്. they sit before the devil's box. നാടകം കാണും, They watch movies, കളി കാണും, they watch sports, ക്രിക്കറ്റ് കളി കാണും, they watch cricket matches, മറ്റുള്ള ഉല്ലാസങ്ങളൊക്കെ മനസ്സിലാക്കും, other entertainment programs they watch, പടങ്ങളൊക്കെ കണ്ട് രസിച്ചുകൊണ്ടിരിക്കും. they watch movies and enjoy. പ്രിയ സഹോദര സഹോദരി, പെന്തക്കോസ്തുകാരെ പറയട്ടെ, അത് നിന്റെ ജീവിതത്തിലുണ്ടായ കളയാണ്, നിന്നെ നശിപ്പിക്കുന്ന ശക്തിയാണ്. Brother, sister, particularly Pentecostal people, let me tell you, if you do so, that is a weed which is destroying the joy of your life. ജീവിതത്തിൽ ആലയത്തില് ദൈവകോപം ഉണ്ടാകാതിരിക്കാൻ ദൈവമക്കളെ ഗോതമ്പണി 100 മേനി കരടില്ലാത്ത ഒരു ജീവിതം ചെയ്യുവാൻ കഴിയുമെങ്കിൽ മാത്രമേ ദൈവകോപത്തിൽ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. In the house of God, which means in your life, if this wheat is to be stored, which means if you accomplish a life without any tares, without any seed, without any sin, it can be collected to the barn of God. ദൈവവചനം പറയുന്നു, ന്യായവിധി ദൈവകരത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. The word of God says that the time is around the corner. The judgment of God is going to mark in the house of God. അത് നമ്മൾ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്ത ഗതി എന്തായിത്തീരും? That starts in our case. What about the case of people who do not obey the gospel? ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ന്യായവിധി ദൈവകരത്തിൽ ആരംഭിക്കുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? The judgment starts in the house of God. Why? ദൈവത്തിന്റെ പ്രമാണം വിട്ട് ജീവിക്കുന്നതുകൊണ്ടാണ്. Because the distance away from the law of God. ഇന്ന് ഗോതമ്പിന്റെ കൂടെ കളയുടെ ഒന്നിച്ച് ജീവിക്കുകയാണ്. The wheat tares also live through. ദൈവ സന്തോഷമുണ്ട്, There is joy of God. ലോക സന്തോഷമുണ്ട്. Meanwhile, the joy of the world is also there. ചിലരുടെ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ ലോകത്തിൽ അനുഭവിക്കാനുണ്ടായ അനുഭവങ്ങളാണ്, അതൊക്കെ സന്തോഷിക്കണം, ആനന്ദിക്കണം എന്നൊക്കെയാ പറയുന്നത്. When we preach about this gospel to some people, they say pleasures are meant for enjoyment. We have to enjoy, after which we will come to that side. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. Beloved people of God, be not conformed to this ഈ world. ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. Do not get identified to this world. നന്മയും Good. പ്രസാദവും What is acceptable പൂർണ്ണതയുമുള്ള and the perfect. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി
രൂപാന്തരം പ്രാപിക്കാം. Understand what's the perfect will of God, renew your heart and attain this transformation. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഗോതമ്പിന്റെ ഇടയില് നിശ്ചയമായും ശത്രു വിതയ്ക്കുവാനിടയാകരുത്. നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിനെ ഉയർത്തി കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവ സാന്നിധ്യത്തിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ശത്രു അവിടെ കടക്കത്തില്ല. If you're a person not for the experience of prayer, going through the scripture continuously, if you maintain prayer in your life, maintain the contact always with God, this devil will not come and sow the seed attacks in your family. നല്ല ആത്മനിർഭര ശക്തിയോടെ ജീവിക്കുന്ന ഒരു അമ്മ എനിക്കറിയാം. I know an old mother who is to maintain the spirit-filled nature. എല്ലാ മീറ്റിങ്ങിനും വരും. She will attend all the meetings. എല്ലാ മീറ്റിങ്ങിനും ആത്മാവിൽ നിറയും. She would get filled up in the spirit always. നല്ല നിലയിൽ ജീവിച്ച വ്യക്തിയാണ്. ഞാൻ ചിന്തിച്ചു പോയി. I thought she was quite exemplary spiritually. ഇന്നത്തെ അവസ്ഥ കണ്ടാൽ When we observe the present stage, അവർ പറയുന്നത് ഇങ്ങനെയാണ്, this is a response. മന്ത്രവാദികൾ എന്നെ ഈ നിലയിലാക്കി. You know, the magicians just reduced me in such a state. നീ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചാൽ ഒരു മന്ത്രവാദ ശക്തി നിന്നെ തൊടത്തില്ല. If you trust in the grace of God, no power of divination shall come nigh unto ഈ you. ലോകത്തിന്റെ ഒരു ശക്തി നിന്നെ തൊടുവാൻ അനുവദിക്കത്തില്ല. No forces of the world shall be drawn nigh unto നീ you. ആത്മനിർഭര ശക്തിയോടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കളുടെ ജീവിതത്തിലുള്ള കരടുകൾ, മാലിന്യങ്ങൾ അകറ്റി നാം ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായും ഒരു ദുഷ്ട ശക്തിയും നിന്നെ തൊടുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. Trusting in the grace of God, failed by the power of the Holy Spirit of God, God shall never permit any dark force, any evil force, any wicked force to touch you. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഗോതമ്പിനിടയിൽ കളയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന അനുഭവങ്ങളെ പൂർണ്ണപ്പെടുത്തുവാൻ കഴിയത്തില്ല. അതിനെ നശിപ്പിച്ചു കളയും. The wheat is in the midst of the wheat, that shall not permit to attain perfection, that will absolutely sabotage your life. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, Some people say, ഞാൻ വലിയ ഭക്തനും വലിയ പ്രാർത്ഥിക്കുന്നവനും വലിയ ആത്മാവിലും ആരാധിക്കുന്ന വ്യക്തിയൊന്നുമല്ല, പക്ഷേ അങ്ങേ വീട്ടുകാർ എപ്പോഴും പ്രാർത്ഥിച്ചു ഉപവസിക്കുവാണ്. അവിടെ നിന്നോ ഒരു കഷ്ടതവും പ്രയാസങ്ങളും പ്രതികൂലമാണ്, പോരാട്ടമാണ്, ഒരിക്കടി കഷ്ടമാണ്, എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു ചിന്തിക്കുന്നവരുണ്ട്. Some people draw comparison. In the neighboring house, people always pray, go through the scripture, there is worship, but always suffering challenges. But on my part, I don't pray, I don't go through the scripture, I don't get any suffering at all. Why? സംഗീതക്കാരൻ പറയും, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരയുടെ അസൂയ തോന്നുന്നു. The psalmist says that on saying the healing of the wicked, I'm really jealous. അവർക്ക് വേദന ഒന്നുമില്ലല്ലോ. There is no pain for them. അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു. They become fat. മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നില്ല. Concern of the people, they are not afflicted. എല്ലാം നന്മയുണ്ട്. They have very prosperity. നല്ല കാറുകൾ ലഭിക്കുന്നു, Good vehicles are നല്ല there. ഭവനം ലഭിക്കുന്നു, Good houses are നല്ല there. സമ്പത്തുണ്ട്, Good wealth is there. ആരോഗ്യമുണ്ട്, There is health, നിനക്ക് ബലമുണ്ട്. I'm strong enough. അതിനൊന്നും സന്തോഷിക്കാനില്ല ദൈവമക്കളെ. ദൈവത്തിന്റെ കരുണയാണ്. ഒരു കാര്യമുണ്ട്, എന്നാൽ ദൈവത്തെ പിൻവിളിച്ച് അപേക്ഷിക്കുന്ന ദൈവമക്കൾക്ക് വേദനയും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കൾ പറയണം. Nothing to rejoice in such things. Everything is only by the mercy of God on the part of the people of God. All the affliction, challenges, sufferings are there. You may say that I rejoice in my Lord. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. യേശു പറയുന്ന വാക്കുണ്ട്, There's a statement uttered by Jesus. 13:29 വാക്യം. Matthew's Gospel chapter 13 verse 29. അത് കൊയ്ത്തുവരെ അത് വളരട്ടെ. Till harvest, let it grow. ദൈവമക്കളുടെ ചില ഇടർച്ചയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? What's the reason? There may be offenses and stumblings among the people of God. നല്ലത് വെളിവാക്കുവാൻ ഭിന്നപക്ഷം ആവശ്യമാണ്. And in order to have this good, you need to have the division as well. എതിരായിട്ടുള്ള പ്രതികൂലങ്ങളും പോരാട്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാന വിഷയം നിശ്ചയമായിട്ടും നീ ആരായിത്തീരുമെന്നുള്ളത് ഒരു പരീക്ഷണം കൂടെയാണ്. Adversities, challenges, problems around life, in order to try how you shall be. നിശ്ചയമായി ഇതിനെ സഹായിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. Indeed, this Lord who is alive, who is able to help you. മത്തായി സുവിശേഷം 13:29 വാക്യം. Matthew's Gospel chapter 13 verse 29. അതിന് അവൻ, ഇല്ല, പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. Till the harvest both grow together. വായിച്ചാട്ട്. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ചുകൂട്ടി ചുട്ടുകളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. മനസ്സിലാക്കിക്കോണം. Till the harvest, let it grow together. The day will come, harvest will come. I'll come on the reapers to just bundle the tares and cast into fire. സൺഡേ സ്കൂൾ പഠിച്ചതായ കുഞ്ഞുങ്ങളെ, Sunday school students, ദൈവത്തിൽ വചനം പഠിച്ചതായ യൗവനക്കാരെ, beloved youngsters, went through the word of God. നീ ഒരു കളയായിട്ട് മാറിയിരിക്കുകയാണോ? How you become a tare?
രക്ഷിക്കപ്പെട്ട സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ചതായ ദൈവമക്കളെ, saved, baptized, anointed people of God, നീ ലോകത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നു. have you plunged into the state of the world? ഒരു കാര്യം, നീ പശ്ചാത്തപിച്ച് മനസ്സാവപ്പെട്ട് മടങ്ങി വന്നിലേക്ക് നിശ്ചയമായും ആ കളയെ കെട്ടികളായി കെട്ടിട്ട് അതിനെ ചുട്ടുകളയും. പക്ഷേ ഗോതമ്പായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അതിനെ കളപ്പുരയിൽ ചേർക്കും. Unless you regret, relent, and remorse, come unto the presence of God, you shall become a tired, you shall be bundled, you shall be cast into the fire. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ഏതെങ്കിലും തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതിനകറ്റുവാൻ നീ തീരുമാനമെടുക്കുന്നെങ്കിൽ 100 മേനി ഫലമുള്ളായ 100 മേനിയായ കരടില്ലാത്ത ഒരു ഗോതമ്പ് മണിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾ കണ്ണിനടച്ച് നിങ്ങളുടെ വലക്കൈ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? Well, brother, sister, if there is any pitfall, any shortcoming, any infirmity in you, just make a confession unto the Lord. If you want to become a real, a perfect corn, just pray unto the Lord, lift your hands and pray unto Him. നിസ്സാര കാര്യമായിരിക്കാം. നീ ദൈവസ്ഥയെ കുറ്റം സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കണ്ണുകളെ മൂടി ഒരു നിമിഷം നിന്റെ വലകൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാമോ? Perhaps your own infirmity may be a minor one, but are you able to make a confession to the Lord? Accept the same. Lift up your hand and pray unto Him for a minute. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചാൽ, Just 1 second offer prayer. യേശുവേ എന്നെ സഹായിക്കണമേ. Say, my Jesus, help me. കർത്താവേ, എന്റെ ജീവിതത്തിലുള്ള ഇന്ന കരട് ഉണ്ട് കർത്താവേ. Oh Lord, such a weakness is in my life. കളയുടെ അവസ്ഥ ഉണ്ട് കർത്താവേ. Oh Lord, I developed the nature of being എന്റെ tired. ജീവിതത്തിന്റെ പരിപൂർണ്ണതയെത്തുവാൻ കഴിയാതെ പോരാട്ടങ്ങൾ എനിക്ക് ഉണ്ട് കർത്താവേ. Oh Lord, I battle against infirmities whereby I am not able to reach perfection. പാപത്തിന്റെ പോരാട്ടം ഉണ്ട്. Oh Lord, I got the strivings against sin. ജഡത്തിന്റെ പോരാട്ടം ഉണ്ട്. There is the fight against the flesh. ഈ ലോകത്തിന്റെ മോഹങ്ങളുടെ പോരാട്ടം ഉണ്ട്. Again, the fight of the lust of the world. ശത്രുവിന്റെ പോരാട്ടം എനിക്കുണ്ട്. I got the fight against the enemy. ഈ ലോകത്തിന്റെ സന്തോഷത്തിൽ ആയിത്തീരുവാനുള്ള പോരാട്ടം എനിക്കുണ്ട്. Again, I got the fight to plunge into the pleasures of this world. ദൈവമേ എന്നെ സഹായിക്കണമേ. Oh God, Savior, help me. ഒരു നിമിഷം നിലവിളിക്കാമെങ്കിൽ നിശ്ചയമായും നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കലേ യേശു വന്നിട്ടുണ്ട് ദൈവമക്കളെ. If you can cry for a single moment, wherever child of God, Jesus is standing beside you in order to help you in this respect. Oh God. Hallelujah. Hallelujah. യിരെമ്യാവ് 23:28 വാക്യത്തിൽ വായിക്കുന്നു, ഗോതമ്പും വൈക്കോലും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ല. Book of Jeremiah chapter 23 verse number 28, we notice wheat and the hay cannot be brought together. വായിച്ചേ. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ, എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ? What's the chaff to the wheat? ജീവിതം നീ ഗോതമ്പുമായിട്ട് മാറുന്നെങ്കിൽ നിശ്ചയമായും വൈക്കോലായിട്ടുള്ള ഈ ലോകത്തിന്റെ സാധ്യതകൾ നിന്നിൽ ഉണ്ടാകരുത്. In order to become the wheat, you must not have the nature of the chaff that is worldliness in you. പാപത്തിന്റെ പോരാട്ടത്തിൽ കൂടെ നിനക്ക് ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയത്തില്ല. Through the fight of the sin, you cannot accomplish the will of God. ഈ ലോകത്തിന്റെ സഖ്യ സന്തോഷത്തിൽ കൂടെ ദൈവേഷ്ടം ചെയ്യുവാൻ കഴിയത്തില്ല. By experience the flesh of this world, you cannot fulfill the will of God. ഈ ലോകത്തിന്റെ മോഹങ്ങളിലും പാപത്തിന്റെ പോരാട്ടത്തിലും ലൗകികമായിട്ടുള്ള ജീവിതത്തിലെ ചിന്തകളിലും ഈ ലോകമായിട്ടുള്ള മോഹങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരു കാലത്തും ഗോതമ്പ് മണിയായിട്ട് മാറുവാൻ കഴിയില്ല. Those mental life being influenced, governed by the lust of the world, pleasure of this world, cannot become the real wheat corn. ഗോതമ്പും വൈക്കോലും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. What is the accord between the chaff and the wheat? They cannot be together. ദൈവം വായിക്കുന്ന പോലെ In the word of God we notice, കാളയും കഴുതയും കൂടെ കൂട്ടിവിടാമോ? can you just yoke with the bull and the ass? ആട്ടിരോമും ചണമുള്ള വസ്ത്രം ധരിക്കാമോ? Can you put on the sack and the fleece of the lamb? ശരിയാവില്ല. It cannot be. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഈ ഗോതമ്പണിയാണെങ്കിൽ നിശ്ചയമായും നിന്നിലുള്ള ജീവിതത്തിലുള്ള കരടുകളെ മാറ്റുവാനായിട്ടുള്ള ദൈവത്തിന്റെ വചനമാണ് ഈ ദോഷങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. If you want to become the real wheat corn, these days the Lord is supplying you in order to become the perfect corn in the sight of God. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവിടെ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട വാക്യം. Read the same verse again. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് 29 വാക്യം. എന്റെ വചനം തീ പോലെയും എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് എന്റെ യഹോവയുടെ വചനം അരുളപ്പാട്. തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. My word is like the fire. It is like the hammer that is breaking the rock. Thus says the Lord. ദൈവത്തിന്റെ വചനമായിട്ടുള്ള ചുറ്റിയുണ്ട് നിന്റെ തെറ്റായിട്ടുള്ള മനസ്സിനെയും തെറ്റായിട്ടുള്ള ശക്തിയെ
There is the hammer, which is the word of God, which is able to crumble, dismantle, crush down all erroneous, sinful and wrongdoings in your life. ദൈവത്തിന്റെ വചനത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഈ മക്കളെ, ആ വചനം നിശ്ചയമായും നിന്റെ പോരാട്ടത്തെയും നിന്റെ പൈസ ശക്തികളെയും നിർമൂലമാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഈ പട്ടണം കിടുങ്ങുമാറ് ശക്തമായ ഒരു അന്വേഷണം പറയട്ടെ. നിശ്ചയമായും വചനത്തിന്റെ ശക്തി കയ്യിലുണ്ടെങ്കിൽ എല്ലാ പോരാട്ടത്തെയും തകർക്കുവാനുള്ള അനുഭവമാണ് ആ ദൈവത്തിന്റെ വചനം. If you have the power of the word of God with which you can destroy every fortress, every power of the enemy. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഗോതമ്പ് വിതച്ചിട്ട് മുള്ളു പോയി കൊയ്യരുത്. After sowing wheat, you cannot reap the thorn. യിരെമ്യാവ് 12:13. Book of Jeremiah chapter 12 verse 13. പലരും ഗോതമ്പാണ് കേൾക്കുന്നത്, വിതയ്ക്കുന്നത്, ഹൃദയത്തിലേക്ക് ഇപ്പോൾ ഗോതമ്പൊക്കെ സ്വീകരിച്ചിരിക്കുന്നു, പക്ഷെ ഇറങ്ങിപ്പോകും മുള്ള. Many people hear about this wheat, they store wheat in the heart. As they go out, they develop the experience of thorn. അവർ ഗോതമ്പ് വിതച്ചു, മുള്ളു കൊയ്തു, അവർ പ്രയാസപ്പെട്ടു, ഒരു ഫലവും ഉണ്ടായില്ല. ഒരു ഫലവും ഉണ്ടായില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് വന്നു, അധ്വാനിച്ചു, ഇവിടെ കഷ്ടപ്പെട്ടു, എല്ലാം വീട്ടിലെ കൂടി സന്തോഷിച്ചു, എല്ലാം പോയി. ഈ ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഈ വചനം കെട്ടിട്ട് പുറത്ത് പോയതിനു ശേഷം ചണ്ട ഉണ്ടാക്കാനും അടക്കുണ്ടാക്കാനും മുസന ഉണ്ടാക്കാനും സിനിമാ ചാനൽ അല്ലെങ്കിൽ ഈ TV കാണാനും മറ്റുള്ള ടെലിവിഷൻ കാണാനും പാപത്തിന്റെ പോരാട്ടത്തിൽ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പ്രയോജനം നിനക്ക് കൺവെൻഷൻ മുഖാന്തരം ഉണ്ടാകത്തില്ല. True, you came to the presence of God, you listened to the word of God, you labored, you entered the word, and you did much pain in order to save the work of God. However, after hearing the word of God, if you go back being frustrated, again if you want to enjoy the pleasure of the world, creating problems and furore at your homes and working places, alas, you are retired and you cannot become a prophet God in your life. യേശു പറഞ്ഞു, Jesus said, മത്തായി 13:7 Matthew's Gospel chapter 13 verse 7. മുള്ളിന് നീ പ്രാധാന്യം കൊടുത്താൽ മുള്ള് ഫലത്തെ നശിപ്പിച്ചു കളയും. If you attach importance to the thorn, that will destroy the fruit. മുള്ള് നിന്നെ നശിപ്പിക്കും. This thorn shall choke you. വായിച്ചാട്ട്, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ള് മുളച്ചു വളർന്ന് മുള്ള് മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. അതിനെ ഞെരുക്കിക്കളഞ്ഞു. The thorn choked the seed there. നിന്നെ ഞെരുക്കുന്നത് മുള്ള, It is thorn that is choking you. ഫലത്തെ നശിപ്പിക്കുന്ന മുള്ളാണ്. It is thorn that is destroying your നിന്നെ fruit. തകർക്കുന്നത് മുള്ളാണ്. So it is the thorn that is destroying the life. മുള്ളിനിടയിൽ വിതയ്ക്കരുത്. Do not sow among the thorn. അത് വചനം വായിക്കുന്നല്ലോ. 13:22 വായിച്ചേ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ, ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും, ഈ ലോകത്തിന്റെ ചിന്തയും ചിന്തിക്കണം, ശ്രദ്ധിക്കണം, ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. ഫലമില്ലാത്തായി തീരുന്നു. Unfruitful experience. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. മുള്ളിനിടയിൽ വിതച്ചതുകൊണ്ട് പ്രയോജനമില്ല. It is of no use if you sow among the thorn. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലുള്ള മുള്ളായ സ്വഭാവങ്ങള്, തെറ്റായ സ്വഭാവങ്ങളെ എടുത്തു കളയാതെ ഈ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവമക്കളെ ആ ദുഷ്ടശക്തി എടുത്തു കളഞ്ഞിട്ട് നീ ജീവിക്കാമെങ്കിൽ നിന്നെ ഒരിക്കലും മുള്ള് നശിപ്പിക്കത്തില്ല. പക്ഷേ നീ വചനം കേട്ടാലും മുള്ളിന്റെ പോരാട്ടം ഉണ്ടെങ്കിൽ, ജഡത്തിന്റെ പോരാട്ടം ഉണ്ടെങ്കിൽ, പാപത്തിന്റെ പോരാട്ടം ഉണ്ടെങ്കിൽ, ഈ ലോകത്തെ ചിന്തകളുടെ പോരാട്ടം ഉണ്ടെങ്കിൽ നിശ്ചയമായും നിനക്ക് ഫലം കഴിക്കാൻ കഴിയത്തില്ല. ദൈവകോപം നിന്റെ പേരുണ്ടാകും. If you are trusting in the grace of God, if you are able to just pluck out this thorny nature, which means offensive, sinful natures of life, you can make a perfect own, even after listening to the word of God. If you are not able to do the same thing, it is of no use at all. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ഏതെങ്കിലും മുള്ളുണ്ടെങ്കിൽ ഇന്ന് രാത്രി കളഞ്ഞിട്ട് പോകണം. If there is a nature of thorn in you, tonight just get rid of the same. എന്ത് വചനം കേട്ടാലും ശരി, ചില അക്രമികൾ അത് മക്കളെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. Even though listen to the word of God, some people become violent. നീ വന്നിരിക്കുന്ന ദൈവത്തിന് വചനം കേൾക്കാനായിട്ടാ. You come here to listen to the word of God. ഈ വചനങ്ങള് ഈ ആത്മീയ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെയും അനേക ചെറുപ്പക്കാരും വ്യക്തികളൊക്കെയും അനാത്മരായിട്ടുള്ള വ്യക്തികളൊക്കെ ചുറ്റിക്കറങ്ങി അവിടെ മനസ്സിന് കീഴടക്കിയിരിക്കും. As this spiritual message is underway, some youngsters, non-spiritual people are roaming about. ഈ ദൈവസ്ഥനെ വന്നത് മുടക്കാലും മടക്കി വചനം കേട്ടിട്ട് ധ്യാനിച്ച് കണ്ണുനീരോടെ ദൈവസ്ഥനെയും നിലവിളിക്കുന്നെങ്കിൽ നിശ്ചയമായും നിന്റെ പോരാട്ടത്തെ മാറ്റുവാൻ കഴിയും. ഇല്ലെങ്കിൽ നീ ഈ അവസ്ഥ ധരിച്ചാൽ നിത്യനരകമാണ് ലഭിക്കുക. After coming to the presence of God, if you kneel down, listen to the word of God with the tears, if you just pour out your heart before the presence of God, indeed you cannot attain place in eternity. Otherwise you will go to everlasting hell. നമുക്ക് പറയണം, let's say, പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുകയില്ല. I will not move forward to love sin anymore. ലോകത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകുകയില്ല. I will not move forward to love the world anymore. അടുത്തൊരു വർഷം 2018 ഇങ്ങനെ നമുക്കൊരു കൺവെൻഷൻ ലഭിക്കുന്ന പ്രതീക്ഷയില്ല. മക്കളെ, well, but people of God, we cannot predict whether
we will be given such a convention in 2018. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥകളെ മനസ്സിലാക്കി നോക്കിയാൽ അത്രമാത്രം ഭയാനകമായ അവസ്ഥയിൽ ലോകം മുൻപോട്ട് പോവുകയാണ്. When we go through the situation, the present world is such a terrific atmosphere. The world is limping forward. എവിടെ നോക്കിയാലും സമാധാനമില്ല. Everywhere there's no peace at all. എവിടെ നോക്കിയാലും യുദ്ധങ്ങളാണ്. Everywhere battles move forward. രാജ്യം രാജ്യത്തോടും രാഷ്ട്രം രാഷ്ട്രത്തോടും ജാതി ജാതിയോട് എതിർക്കുകയാണ്. Nation comes against nation, country comes against country, caste comes against caste. വിലകയറ്റം, Price rise. ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കുന്നില്ല. Essential commodities are സാധനം short of. ഉണ്ടെങ്കിലും വാങ്ങാൻ കാശില്ല. Even the commodities have just no money to buy. എല്ലാം ഒരു പരാജയത്തിന്റെ അവസ്ഥയിൽ മുൻപോട്ട് പോവുകയാണ്. Everything is moving forward in a dilapidated state. ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ When all these things come to pass, നമ്മുടെ വീണ്ടെടുപ്പ് യേശു അടുത്തുപോയെന്ന് മനസ്സിലാക്കണം. understand our Redeemer, Jesus, His coming is very nigh. ഞാൻ ചിന്തിക്കാറുണ്ട് എത്ര വർഷക്കാലം കൊണ്ട് ഈ പുത്രികണ്ട മൈതാനത്ത് ദൈവത്തിന് പകരം വിളിച്ചു പറയുന്നു. Time and again, I would think about this for years together. The word of God has been preached in this Putharikanda maiden. ദൈവത്തിന്റെ വചനം ശ്രമിച്ചതിന് ശേഷം അത് നീ വിട്ടുകളഞ്ഞ് അല്ലെങ്കിൽ മറന്നു കളഞ്ഞിട്ട് നീ പഴയ ലൈനിൽ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം വെച്ചിട്ട് ന്യായവിധി ഉണ്ട്. After having listened to the word of God, after having heard the word of God, if you have forgotten the same, meant in your life as in the past, based on the word of God which is preached here, you will be executed judgment. പ്രിയ ദേശവാസികളെ, ഞങ്ങൾ വചനം കേൾക്കുന്നവരെ, ഇന്ന് രാത്രികാലം നിന്റെ രക്ഷാദിവസമായി തീരട്ടെ. Beloved people of God, our listeners, inhabitants of this part of the land, tonight may be the day of your പ്രിയ salvation. മക്കളെ, നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും മുള്ളുകൾ ഉണ്ടോ? Beloved child of God, is there any thorny experience in your life? ആ പാപത്തിന്റെ ശക്തികൾ ഉണ്ടോ? Do you have the nature of sin still in you? അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ആ അനുഭവം ഉണ്ടെങ്കിൽ എത്രമാത്രം വചനം കേട്ടാലും ആ മുള്ള നിന്നെ നശിപ്പിക്കും. If that being so, even though the thorn is in your heart, you will not listen to the word of God, that thorn shall destroy you. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. എന്റെ യേശു എനിക്ക് മതി. My Jesus is enough for me. എന്റെ യേശു എനിക്ക് മതി. My Jesus is sufficient for me. കർത്താവിനോട് ചേർന്നാൽ എനിക്ക് മതി. Simply, I want to join my Lord. അത് വിശ്വസിക്കുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Those who believe, so please lift your hands and keep praising God. എന്റെ യേശു എനിക്ക് മതി. My Jesus is enough for me. എന്റെ യേശുവോട് ചേർന്നാൽ എനിക്ക് മതി. I simply want to join അവന്റെ my ഇഷ്ടം Christ. എനിക്ക് ചെയ്താൽ എനിക്ക് മതി. I want to accomplish His word. കർത്താവിനോട് ചേർന്നാൽ എനിക്ക് മതി. I want to join my Lord. ഈ ലോകമായിട്ടുള്ള ബന്ധങ്ങൾ എനിക്ക് വേണ്ട കർത്താവേ. Oh Lord, I don't want to maintain the kinship of this world. ഈ ലോകമായിട്ടുള്ള ജീവിതം എനിക്ക് വേണ്ട കർത്താവേ. I don't want to maintain the fellowship of this world. എന്റെ യേശു എനിക്ക് മതി. My Jesus is enough for me. എന്റെ യേശു എനിക്ക് മതി. My Jesus is enough for me. ശക്തമായിട്ട് വാ തുറന്ന് ദൈവമക്കൾ ഒന്ന് പറയാമോ? Come on, open your mouth, cry aloud. ഇതുപോലെ ശക്തമായി പറഞ്ഞാട്ട്. Not enough. Come on, more vociferous. യേശുവേ, എനിക്ക് നിന്നോട് ചേർന്നാൽ എനിക്ക് മതി. Cry, oh Jesus, I want to join you. എനിക്ക് നിന്നെ ഇഷ്ടം ചെയ്താൽ എനിക്ക് മതി. Oh Lord, I want to do thy word. ജീസസ് കർത്താവേ, എന്റെ ജീവിതത്തിൽ മുള്ളിൻ്റെതായിരിക്കുന്ന അവസ്ഥകളുണ്ട്. Oh Lord, there are thorny experiences in me. ഞാൻ സമ്മതിക്കുന്നു. I do accept it, Master. സമ്മതിക്കുന്നതിന് മാത്രം കരം ഉയർത്തിയാട്ടെ. Those who accept the Lord, please lift up your hands. കർത്താവേ, ചിലപ്പോൾ നിസ്സാരമായിട്ടുള്ള അതിന്റെ വാക്കിന്റെ അനുവദിക്കാതിരിക്കാം. Perhaps because the trivial word that you pronounce. ഞങ്ങളുടെ സ്വന്തം പ്രാർത്ഥന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ തുടക്കത്തിലെ പറയും. At the time of the morning praising, we used to say, വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും കർത്താവ് നിനക്ക് പ്രസാദമായി തീരണമേ. Oh Lord, the meditation of my heart and what's the mouth should be acceptable to you. എന്റെ വാക്കിലും എൻ ക്രിയയിലും എന്നിനവിലും വന്നതാ എല്ലാ പാപവും പോക്കി എന്നെ നീ ഏറ്റവും വെണ്മയാക്കണേ. എന്റെ വാക്കിലും എൻ ക്രിയയിലും എന്നിനവിലും വന്നതാ എല്ലാ പാപവും പോക്കി എന്നെ നീ ഏറ്റവും വെണ്മയാക്കണേ. നമ്മൾ ദിവസത്തോറും രാവിലെ സ്തോത്ര പ്രാർത്ഥന എഴുന്നേറ്റ് ദൈവമക്കളെ ദൈവത്തെ വിളിക്കണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവേ, എന്റെ വായിലെ വാക്കിടുകളെ ധ്യാനം നിനക്ക് പ്രസാദമായി തീരണമേ. Every morning you must get up and offer praises unto the Lord. During the course of the prayer, you must make a pleading unto God. Oh God, the meditation of my heart, the words of my mouth should be acceptable, pleasing to you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് എന്ത് ചെയ്യാം? ആ ദൈവ ന്യായവിധിയിൽ നിന്ന്, ദൈവക്രോധത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ദൈവത്തിന്റെ ആലയമായിട്ട് ദൈവത്തിന്റെ കൃപയില് കരടില്ലാത്ത ജീവിതത്തെ നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെയെങ്കിൽ 100 മേനി ഫലമുള്ള ഗോതമണിയായിട്ട് നീ തീരാൻ പോകുകയാണ്.
beloved people of God, let us make all attempts in not preserve life as a temple of God, which means you have to keep off from every drug, every chaff, whereby you can become a perfect con in the sight of God. If so, God is able to accept you. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തമായ രാജ്യം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. Praise be to God. എസ്രാ പുരോഹിതൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. This on the demand put forward by the scribe Ezra. മൂന്നാമതായിട്ട് The third aspect. 104 സങ്കീർത്തനം അതിന്റെ 15 വാക്യം. Psalm 104 verse number 15. അവിടെ കാണുന്നു വീഞ്ഞ് ആലയത്തിലേക്ക് കൊണ്ടുവരണം. Do we notice wine should be brought to the house? എസ്രാ പുരോഹിതൻ ചോദിക്കുന്നു വീഞ്ഞ് വേണമെന്ന്. Ezra the demands wine should be brought. എന്താണ് വീഞ്ഞ്? What is this wine? വായിച്ചാട്ട് 106 സങ്കീർത്തനം 104 സങ്കീർത്തനം 15 വാക്യം. Psalm 104 verse 15. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. The wine that gladdens the human heart. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വീഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. Wine makes human heart glad. 4 സങ്കീർത്തനം 7 വാക്യത്തിൽ വായിക്കുമ്പോൾ Coming to 7th verse, Psalm number 4. ധാന്യവും വീഞ്ഞും വർദ്ധിപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ അധിക സന്തോഷം ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് തന്നിരിക്കുന്നു. Thou hast given my heart more joy than the days of the abundance of corn and wine. വായിച്ചാട്ട് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ശരിയാണോ? Is it true? ഒരു കൂട്ടർ ഭൗമിക നന്മകളിൽ സന്തോഷിക്കുന്നു. One group is rejoicing in the material prosperity. ഈ ലോകത്തിൽ സമ്പത്തിൽ സന്തോഷിക്കുന്നു. They rejoice in the wealth of this world. ഇന്ന് നിങ്ങൾ പകൽക്കാലം കേട്ടല്ലോ, This morning you heard the message. നോഹയുടെ കാലത്ത് സംഭവിച്ച പോലെ What happened during the days of Noah? ആ നോഹയുടെ കാലത്ത് മനുഷ്യൻ തിന്നും കുടിച്ചും തട്ടും പണിതും എന്ന് വേണ്ട സമ്പാദിച്ചും ആ നിലയിൽ പോയി ദൈവത്തെ അവർ അറിഞ്ഞില്ല. During the days of Noah, man was eating, drinking, planting, plucking, building. He did not know God. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്. Today the same is taking place in the life of തിന്നുക, many. കുടിക്കുക, അണിനിക്കുക. Eating, drinking, making merry. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ടായ അനുഭവം അതായിരുന്നു. That is the experience prevalent in the life of the people അവർ of Israel. തിന്നുക, കുടിക്കുക, അണിനിക്കുക, നാളെ മരിക്കുമല്ലോ, അതുകൊണ്ട് മരിക്കുന്നവരെ ഭക്ഷിത്തിന്നാം. They said, let us eat and drink and make merry. Tomorrow we may die. Till about let us keep on eating and enjoy. ആ മനുഷ്യർ അതാണ് സന്തോഷം. That is a joy felt by man. കാത്തിപ്പോത്തിലിരിക്കണമെന്നില്ല, They are not willing to attend tarry പകൽ meetings. മിറ്റിയിരിക്കണമെന്നില്ല. They are not willing to attend the day meetings. ചുറ്റിക്കറങ്ങുകയാണ്. They simply wander about. ദൈവമക്കളുടേതായ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് മനുഷ്യൻ ഇന്ന് ദൈവമക്കൾ ചുറ്റിക്കറങ്ങുകയാണ്. Having the food God has given us today, man is just wandering about. രഹസ്യ പ്രാർത്ഥന റൂമിൽ പ്രാർത്ഥനയില്ല. There is no secret prayer at your home. ഒരു സ്പെഷ്യൽ പ്രാർത്ഥന റൂം ഇല്ല. There is no room for special prayer. അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് 10 പേരില്ല. There are not some people to remember and pray. ആത്മീയ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? What about the present state of the spiritual world? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അതല്ലേ ഇന്നത്തെ സന്തോഷം. Eat, drink, make merry. That's a joy of the present generation. അത് നമുക്ക് വേണം. We must need it. പക്ഷേ ദൈവസ്ഥനിൽ പോയി ആരാധിക്കണം. However, we must go to the presence ഈ of God and worship. പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കണം. You must get up in the morning praising. ദൈവത്തിന്റെ വചനം വായിക്കണം. You must go through the word of God. ഈ ആത്മാവിൽ ആരാധിക്കണം. You must worship in the spirit. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിലവിളിക്കണം. Behold the face of the Lord and cry aloud. രഹസ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. You must maintain secret prayer. അങ്ങനെയുണ്ട് ഹൃദയത്തിന് ആനന്ദമായിട്ട് മാറും. In such a heart, this becomes a gladdening experience. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഹൃദയത്തിലെ ആനന്ദം ഇല്ലാതെ എന്തെല്ലാം ചെയ്താലും ഒരു പ്രയോജനമില്ല. Without a merry heart, what are you doing? It proves to be futile. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ഇവിടെ വായിക്കുന്ന യെശയ്യാപ്രവചനം 35 10 Look, Isaiah chapter 35, verse number 10. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. സിയോനിലേക്ക് മടങ്ങി വരും. The everlasting joy and shout, they shall come to Zion. നിത്യാനന്ദം. Everlasting joy. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. നിത്യാനന്ദം തലമേലുണ്ടായിരിക്കും. Everlasting joy shall be upon their head. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ആനന്ദവും സന്തോഷവും പ്രാപിക്കും. They shall obtain joy and glory. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ആ ഹൃദയത്തിലെ ആനന്ദത്താല് ദുഃഖവും നെടുവീർപ്പും സങ്കടം ഒക്കെ മാറിപ്പോകും. Because the gladness of the heart, the sighing, the watching, the agony, everything flees away. എങ്ങനെയാണ് സന്തോഷം ഉളവാക്കുന്നത്?
How can you develop this joy? യിരെമ്യാ 15:16 വാക്യം. Book of Jeremiah chapter 15 verse 16. മനുഷ്യന്റെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? You not develop this gladness in human heart, what must be done? വായിച്ചേ. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, എന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും നിന്റെ വചനം എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. ഹൃദയത്തിന് ആനന്ദമായി. Thy word is a rejoicing and gladness of my heart. ആനന്ദം എനിക്കേറിടുന്നേ പ്രിയനോടുള്ള വാസം നനയ്ക്കുമ്പോൾ. ആനന്ദം ദൈവവചനത്തിൽ വായിക്കുമ്പോൾ, അത് ധ്യാനിക്കുമ്പോൾ, അതുപോലെ ജീവിക്കുമ്പോൾ സന്തോഷിക്കുന്ന ദൈവമക്കളെ നിത്യതയിൽ സന്തോഷിപ്പാൻ കഴിയും. As we go through the word of God, as we meditate on the word of God, as we experience the joy of the word of God, the more and more we enjoy in eternity, we are going to enjoy with the Lord forever. ഞാൻ ദൈവമക്കൾ ചോദിക്കട്ടെ, ഇന്ന് ഒരു 5 അധ്യായമെങ്കിലും വചനം വായിച്ച് ബൈബിൾ വായിച്ചവരൊന്ന് കൈവർത്തിയാട്ടെ. Let me ask the people of God today, people who have read the Bible, at least 5 chapters, please lift up your hands. ഒടിഞ്ഞ കരമൊന്നും വേണ്ട, നല്ല കരം ഉയർത്തിയാട്ടെ. Not broken leaves, please stretch out your hands. വിരലെണ്ണാനുള്ള ആളില്ല, Only very limited people. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. 3 നേരം ഭക്ഷിച്ചെന്ന് പറയാമെങ്കിൽ എല്ലാവരും കൈയോർത്തും. And those who had 3 morsels of food, all the members would lift 4 up their ചായ hand. കുടിച്ചെന്ന് പറയാമെങ്കിൽ ഉടനെ കൈയോർത്തും. On 4 occasions we will had a tea, all will lift up their hand. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുന്നതിലൂടെ സന്തോഷം മറ്റൊന്നുമില്ല ദൈവമക്കളെ. Well, about people of God, there is no other joy than having the word of God. ഞാൻ ശുശ്രൂഷക്കാരുടെ പറയാറുണ്ട്, സ്വന്തം പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവവചനം വായിക്കാതെ കിടക്കരുത്. I will tell the workers after the morning praising, please do not go to the bed without going through the scripture. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവത്തിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിക്കണം. അത് നമ്മുടെ ഹൃദയത്തിന് ആനന്ദമാണ്, സന്തോഷമാണ്. You have to find and eat the word of God. That's a joy and gladness of our heart. യേശു പറഞ്ഞു, Jesus said, നിങ്ങൾ അറിയാത്ത ഒരു ആഹാരം എനിക്കുണ്ട്. I got a meat that's not known to you. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതേ എന്റെ ആഹാരമാണ്. Doing the will of my Father is my meat. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്തുകൊണ്ട് അവന്റെ വഴികളിൽ ജീവിച്ചാൽ പ്രസാദിപ്പിക്കുന്നതാണ് എന്റെ ആഹാരം. Doing the will of my Father and pleasing Him, walking according to His ways, that is my meat. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നത് അതെന്റെ ആഹാരമാണ്. Doing the will of my Heavenly Father is ദൈവേഷ്ടം my ചെയ്യുന്നത് meat. എന്റെ ആഹാരമാണ്. Doing the will of my Father is my food. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the name of God. അതുകൊണ്ടാണ് ഉത്തമഗീതം 2:4 വാക്യത്തിൽ വായിക്കുമ്പോൾ, Therefore, as we come to the book of Song of Solomon, chapter 4, verse 2, അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു. He has brought me unto the banquet house. ദൈവത്തിന്റെ സഭ വീഞ്ഞ് വീടാണ്. The church of God is a banquet house. ദൈവത്തിന്റെ സഭ ആനന്ദമായിട്ടുള്ള വീടാണ്. The church house is noted for the gladness. ദൈവത്തിന്റെ മക്കളുടെ വീട് ആനന്ദമായിരിക്കണം. The house of people of God should be noted for their gladness. ഞാൻ ഒരിക്കൽ വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ In one context, I paid a house visitation. നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. Many for the songs who were sung there. അവിടെ ഫ്രണ്ട് റൂമില്, At the front room, അടുക്കളയില്, in the kitchen, റൂമുകള് in other rooms, ചെറിയ സ്പീക്കർ വെച്ച ശേഷം small speakers were fitted, പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. and the song was sung there. ആ പാട്ട് കേട്ടാണ് ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. On hearing the song, I visited that house. എത്ര സന്തോഷം. What a joy it was. ഞാൻ അവിടെ റൂം തുറന്നു നോക്കി. ഒരു റൂം, I opened a particular room. പ്രയർ റൂം. It was prayer room. ഞാൻ ആ റൂം തുറന്നു നോക്കി. I opened it. അത് സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ട്. Musical instruments were kept എന്നോട് there. ബൈബിളിൽ ഇരിപ്പുണ്ട്. Copies of the Bible വേറൊരു were there. ചരക്കൊനത്തില്ല. No other hectic study. അതാണ് ആനന്ദ വീട്. That's a house of gladness. ഞാൻ ചോദിച്ചു, I asked them, നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടോ? without this we have some other things. ഞങ്ങളുടെ വീട്ടിൽ ടെലിവിഷൻ പോലില്ല പച്ചാ. Pastor, we don't have even a television set. ലഭിക്കുന്ന സമയം ഞാൻ എന്റെ പ്രാർത്ഥന റൂമിൽ പോയി മുടങ്കാൽ മടക്കി കരയുക. The time that is available, I'll go to the prayer room, kneel down, shed tears. ആരാണ് കർത്താവിൽ പോകുന്നത്? Who will be caught up at the coming of the Lord? പ്രിയ ദൈവമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സന്തോഷം എന്താണ്? Let me ask the people of God, what is your joy? ബൈബിൾ വായിക്കുന്നതിലാണോ? Whether in reading the Bible, പ്രാർത്ഥിക്കുന്നതിലാണോ? whether in praying, ഉപവസിക്കുന്നതിലാണോ? whether in fasting, ഈ രഹസ്യ പ്രാർത്ഥനയിലാണോ? whether in secret prayer, ആരാധന കടന്നു വന്ന് സന്തോഷിക്കുന്നതിലാണോ? whether attending worship and rejoicing, അവൻ ദൈവസന്നിധിയിൽ ദൈവമക്കളെ മുഴങ്കാൽ മടക്കി നിലവിളിക്കുന്നതിലാണോ? whether remain in the presence of God, kneeling down and crying aloud, തിരുവചനങ്ങളെ ധ്യാനിക്കുന്നതിന് വേണ്ടി യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, വചനം വായിക്കുന്നു. whether watching for the hours and meditating on the word of God. ദൈവവചനം വായിക്കുമ്പോൾ സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകും. As you read the word of God, there is a source of joy. നിന്റെ ഹൃദയത്തിലെ ആനന്ദം അതല്ലാതെ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇതൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. If this is not the joy, something else is then. You cannot have the real gladness in your life. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ടാണ് ദൈവവചനത്തിൽ വായിക്കുന്നത്, നീ മാനസാന്തരപ്പെട്ട് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മുഴുക സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളെ, നിന്റെ കുടുംബത്തിൽ ആനന്ദനായകനായ
യേശുവിന്റെ സാന്നിധ്യം നിത്യം ഉണ്ടായിരിക്കും. Therefore, the word of God we come to notice. You have to repent, take water baptism in the Son, name the Son and the Father and the Holy Spirit. Receive this power of anointing. Come to this apostolic fellowship. Worship. If that being so, in your house there shall be the shout and joy of gladness. അങ്ങനെ നിത്യം സന്തോഷിക്കുന്നവർ എന്റെ വീട്ടിൽ ടെലിവിഷനോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും എന്റെ ജീവിതത്തിലില്ല. എന്റെ യേശുവിനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൽ ആരാധിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടാണെന്ന് പറയുവാൻ കഴിവുള്ള ദൈവമക്കൾ മാത്രം കര ഉയർത്തിയാൽ എന്ന് പറയട്ടെ. Listen. Praise the Lord. Praise the Lord. Hallelujah. യേശു ആർക്ക് വേണ്ടി വേഗം വരുന്നു? For whom is Jesus coming soon? ഈ നിലയിൽ പ്രത്യാശയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി. Those who maintain your life of hope in this fashion. വീഞ്ഞു വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. You are brought to the banquet house. നിന്റെ മേലെ പിടിച്ച പൊടി സ്നേഹമാണ്. The banner he kept over you is love. ദൈവത്തിന്റെ വീട് വീഞ്ഞു വീടാകട്ടെ. The house of God should be noted for its വിശ്വാസ wine. വീട് വീഞ്ഞു വീടാകട്ടെ. Faith should be the banquet house. ദൈവമക്കളുടെ ഭവനം വീഞ്ഞു വീടാകട്ടെ. Also people should be banquet house. ആ എപ്പോഴും സന്തോഷിക്കുന്ന ഭവനമായി മാറട്ടെ. This house in which you must be rejoicing always. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അങ്ങനെ ജീവിക്കുന്ന കുടുംബം അങ്ങനെ വ്യക്തികൾക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. Family that practices so, the individuals who follows the Lord, together the Lord is coming nigh. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. ആ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദൈവമക്കൾ കര ഉയർത്തി ദൈവമക്കൾ ഒരു മിനിറ്റ് ദൈവമക്കൾ കര ഉയർത്തി ദൈവത്തെ സ്തുതിക്കാമോ സ്തോത്രം ചെയ്യാമോ? Those who want to hold that joy, please lift your hands and keep on praising God for a minute. ഒരു മിനിറ്റ് മാത്രം. Only 1 minute. ശക്തമായി സ്തോത്രം ചെയ്താട്ടെ. Loudly praise God. നിന്റെ കരത്തെ യേശു കാണട്ടെ. The Lord witness your hand. സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. Those who are panting up to joy, please lift your hand and praise God. കുടുംബം ആനന്ദമായി മാറട്ടെ. Let your house become a banquet house. ദൈവം വസിക്കുന്ന ഭവനമായിട്ട് മാറട്ടെ. Let it should be the abode of the Lord. ദൈവക്ക് വേണ്ടി ജീവിക്കുന്ന ഭവനമായിട്ട് മാറട്ടെ. The house in which the grace of God is dwelling. പ്രത്യാശയോടെ ജീവിക്കുന്ന ഭവനമായിട്ട് മാറട്ടെ. Let the house noted for the hope of God. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എസ്രാ പുരോഹിതൻ ചോദിക്കുന്നൊക്കെ കൊടുക്കണമെന്ന് രാജാവ് കൽപ്പിക്കുന്നു. The royal decrees that what is demanded by this scribe Ezra should be given. എന്തുകൊണ്ട്? Why? ആലയത്തിൽ ക്രോധം വരാതിരിപ്പാൻ. Because the wrath of God should not come upon the house. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവിടെ നാലാമതായിട്ട് ഇപ്രകാരം കാണുന്നു. The fourth aspect mentioned there is എണ്ണ. oil. വായിച്ചാട്ട് 100 ബത്ത് എണ്ണ. 100 ബത്ത് എണ്ണ 100 baths of oil ആലയത്തിൽ വരണം. should be brought to the house. എന്താണ് എണ്ണ? What is meant by this oil? 21 സങ്കീർത്തനം 5 വാക്യം. Psalm 23 verse number 5. എന്റെ ശത്രുക്കൾ കാണുകയെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. Anointest my head with oil. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവമക്കളെ, ദാവീദിനെ രാജാവാക്കിയത് വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തെന്നാണ്. David was made a king by anointing with the holy oil. 89 സങ്കീർത്തനം 20 വാക്യത്തിൽ വായിക്കുമ്പോൾ Psalm 89 verse number 20. വിശുദ്ധ തൈലം കൊണ്ട് ദാവീദിനെ അഭിഷേകം ചെയ്തു. With the holy oil David was anointed. വായിച്ചേ. ഞാൻ എന്റെ ദാസനായി ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. With my holy oil I anointed him. നിന്നെ രാജാവായിട്ട് പുരോഹിതനായിട്ട് തീർത്തിരിക്കുന്ന ദൈവമക്കളെ സാധാരണ അഭിഷേകമല്ല, ഒരു വിശുദ്ധനായ ദൈവത്തിന്റെ അഭിഷേകമാണ് എന്നിലും നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. Beloved child of God, God has anointed you king and priest, not with an ordinary oil, with a holy oil, with a special one He has anointed you. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. വിശുദ്ധ തൈലം. With the holy oil. 1 യോഹന്നാൻ 2:20 വാക്യത്തിൽ വായിക്കുമ്പോൾ 1 John chapter 2 verse number 20. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ചു സകലവും മനസ്സിലാക്കും. You have to understand that by the Holy One you receive this anointing. Through him you will understand everything. വായിച്ചേ. നിങ്ങളോ പരിശുദ്ധനാൽ അഭിഷേകം പ്രാപിച്ച് സകലവും അറിയുന്നു. നിങ്ങളിലുള്ള അഭിഷേകം എന്ന് പറയുന്നത് ദൈവമക്കൾ സാധാരണ അഭിഷേകമല്ല. The anointing that is in you is not an ordinary one. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു പ്രസംഗം കേട്ടു. Last week I heard a message. ഒരു സുവിശേഷകൻ, an evangelist, നമ്മുടെ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, taking the copy of the Bible, he lifted the same and proclaimed, ആത്മനിറവിന്റെ അടയാളം
അന്യഭാഷ അടയാളമാണെന്ന് ഏതെങ്കിലും ഒരു ബന്ധക്കോസുകാരൻ തെളിയിക്കാൻ കഴിയുമെങ്കിൽ ഈ കറുത്ത അല്ലെങ്കിൽ കവറിട്ടതായ ബൈബിളിനകത്ത് ഏതെങ്കിലും ബന്ധക്കോസുകാരൻ കാണിക്കാമെങ്കിൽ ഞാൻ എന്നെ തല ഒറ്റയടിച്ചിട്ട് 100 ചിരട്ടെടുത്തിട്ട് 100 വീട്ടിൽ പോയി ഞാൻ ഭിക്ഷയാദിക്കും എന്ന് താൻ പറഞ്ഞു. That person proclaimed aloud, challenged that from the Bible, if you can give me any reference which says that speaking unknown tongues is only a sign of getting filled by the power of anointing. I am ready to undergo the process of tonsure. I will just collect 100 coconut shells. I will visit houses, beg for alms. പരിശുദ്ധാത്മാവിന്റെ ആത്മനിർഭര ശക്തിയിൽ അന്യഭാഷ ഉണ്ടെന്ന് തെളിയിക്കാൻ, അടയാളം അന്യഭാഷയാണെന്ന് തെളിയിക്കാമെങ്കിൽ, ഞാൻ ഏതെങ്കിലും ബന്ധക്കോസുകാരെ എഴുന്നേറ്റ് തെളിയിക്കാമെങ്കിൽ, ഞാനൊരു തലമൊട്ട ചെയ്തിട്ട് അല്ലെങ്കിൽ വടിച്ചു കളഞ്ഞിട്ട് ചിരട്ട എടുത്തിട്ട് 100 വീട്ടിൽ പോയിട്ട് ഭിക്ഷയാദിക്കാവുന്നൊരു സുവിശേഷം പ്രസംഗിക്കുക. Speaking in tongues is the only sign that reveals a person has the power of anointing. If you are able to prove it, any Pentecostal man can prove it. I am ready to tonsure my head. I am ready to collect 100 ദൈവത്തിന്റെ വചനത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത മൂഢന്മാർ ഈ ലോകത്തിൽ ഉണ്ട് മക്കളെ. എന്താണ് അതിന്റെ ആൻസർ? അപ്പോസ്തലപ്രവൃത്തി 2:1 മുതൽ 4 വരെ വായിച്ചാൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ആത്മനിറവിന്റെ അഭിഷേകത്തിന്റെ അടയാളം അന്യഭാഷ അടയാളമാണ്. There are many fools still in the world who are not able to understand the real power and honor the Holy Spirit of God. In Acts Apostles chapter 2, the first 4 verses speak about the power of anointing, the sign of anointing. എല്ലാവർക്കും അറിയാമെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. They began to speak other tongues as the Spirit gave them utterance. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ വിശ്വസിക്കാത്തവരും അന്യഭാഷ വിശ്വസിക്കാത്ത വ്യക്തികൾ ദൈവത്തിന്റെ സഭയാണോ? ഒരിക്കലുമില്ല. അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെതിരായി സംസാരിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടാകും. Those who do not believe in the power of the Holy Spirit of God and the unknown tongue, they are no more the members of the church of God. They speak against this the Holy Spirit and the unknown tongue. For them there is a great judgment. സകല പാപവും ദൈവം ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനോട് എതിർക്കുന്നവൻ സംസാരിക്കുന്നവന് ഒരിക്കലും ദൈവം പൊറുക്കുകയില്ല. മത്തായി സുവിശേഷം 21-ാമത്തെ വായിക്കുന്നല്ലോ. In Matthew's Gospel chapter 21, മത്തായി സുവിശേഷം 12:31-32 വചനം. in correction, Matthew's Gospel chapter 12 verse 31 to 32, we notice പരിശുദ്ധാത്മാവിനെതിരായിട്ട് സംസാരിക്കുന്നവരോട് ദൈവം ക്ഷമിക്കത്തില്ല. God is able to forgive all the other sins, but He will not forgive the person who speaks against the Holy Spirit. വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും. ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആത്മാവിനുള്ള നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കത്തില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കത്തില്ല. മനസ്സിലാക്കിക്കോണം. പരിശുദ്ധാത്മാവിന് വിശ്വാസമില്ലാത്തവരും അന്യഭാഷയിൽ വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചോണം. വേഗത്തിൽ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ അടർത്തോടെ അഭിഷേകം പ്രാപിച്ച് നിന്റെ ജീവിതത്തിലുള്ള വന്നിരിക്കുന്ന തെറ്റുകളെ പരാജയങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. പക്ഷേ കർത്താവ് ക്ഷമിച്ചേക്കും. If a person speaks against this, the Holy Spirit, it shall not be forgiven. Therefore, in this congregation, if anybody suspects the Holy Spirit, suspects his unknown tongue, regret, relent, confess unto the Lord, God is able to forgive you. And suddenly, just regret, repent, take water baptism, receive the power of anointing with the tongues. 1 Corinthians 14:2 മുതൽ വായിക്കുമ്പോൾ, First Corinthians chapter 14 verse 2 onwards, അവിടെ വ്യക്തമായി പറയുന്നു അന്യഭാഷ അടയാളമായിരിക്കുന്നത് ആർക്കാണ്? വായിക്കും. It is mentioned there. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. He that speaks unknown tongue, he is speaking with God, and he is speaking the mysteries in the spirit. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, അന്യഭാഷ സംസാരിച്ച ദൈവമക്കൾ മാത്രം കർത്താവിനോട് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. വെളിപ്പാട് ലഭിച്ചവർ മാത്രം കര ഉയർത്തി ദൈവമക്കൾ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ.
നിങ്ങളുടെ അലേലിയ കേട്ട് കഴിഞ്ഞാൽ ദൈവം സ്തുതിക്കുകയല്ല, പിശാചും സ്തുതിക്കുകയല്ല. അതൊക്കെ പറഞ്ഞാല് അന്യഭാഷ സംസാരിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തുതിച്ചാട്ടെ, കര ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ, ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നിങ്ങൾ സ്തോത്രം ചെയ്യുമ്പോൾ പിശാച് തകരും. As you praise God, the devil shall go away. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ല എന്ന് പഠിപ്പിക്കുന്ന വ്യക്തികളൊക്കെ രക്ഷിക്കേണ്ടി വരും. There are people who teach that there's no power of the Holy Spirit. They may be put to shame. നിങ്ങൾ പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. You must also pray for such people. ഒരു സുവിശേഷകനും ഈ ഒരു ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ട് പറയുന്നത്, ഈ ആർക്കെങ്കിലും ഒന്ന് തെളിയിക്കാമെങ്കിൽ ഞാന് തലമൊട്ടണം ചെയ്തിട്ട് ചിരട്ടയെടുത്തുകൊണ്ട് 100 വീട് ഞാൻ ഭിക്ഷ എടുക്കേണ്ടി വരുമോ? Holding the copy of the Bible, swaying the copy of the Bible, this evangelist is challenging. If he prove that there's no sign which speaks about this unto the Holy Spirit, I will tonsure my head and I'll beg for alms. If the circumstances may compel him to go for alms. പൗലോസ് ചോദിക്കുന്നു, Saint Paul poses a question. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? After believing, have you received the power of anointing? പരിശുദ്ധാത്മ ഉണ്ടെന്ന് കൂടി ഞങ്ങൾ കേട്ടിട്ടില്ല. We haven't heard that even there is a Holy Ghost. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്നാനം ഏതായിരുന്നു? If so, what's the baptism you have undertaken? യോഹന്നാന്റെ സ്നാനം. John's baptism. യോഹന്നാൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു. And he preached about this repentance. നമ്മുടെ കർത്താവ് യേശു വിശ്വസിക്കണമെന്ന് പറഞ്ഞ ശേഷം After telling that you must believe in Lord Jesus Christ, പൗലോസ് ഒരു സ്നാനം കൊടുക്കുന്നു. and Paul rebaptizes them. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അവനോട് കൈവച്ചപ്പോൾ അത് അന്യഭാഷ സംസാരിക്കുകയും പ്രവചിക്കുകയും. As he laid hands upon them, they started prophesying and talking in tongues. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിന്റെ തലയിൽ കുറയരുത്. The oil of anointing should be upon the head. They should not be any dip in it. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഇന്ന് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ എന്റെ കൈ മൊത്തം എണ്ണയായിരുന്നു. At the time this morning when I came forward not pray for divine healing, my hand was made with oil. ഈ വചനം വായിച്ചിട്ട് വരുന്ന വായി തലയെ പൊത്തിയാൽ എനിക്ക് അറിയാൻ വയ്യ. On going through the scripture, I did not know whether accidentally that happened so. പിന്നെ ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്ത് തുടച്ചിട്ടാ പോയത്. I blotted out with a tissue paper. ആ എണ്ണയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. It is not the literal oil. എപ്പോഴും ആത്മാവിൽ നിറഞ്ഞിരിക്കണമെന്നാ. Always must be filled in the spirit. നിന്റെ തല എണ്ണ കുറയരുത്. There should not be any dip in oil upon your head. എപ്പോഴും തലയിൽ എണ്ണ ഉണ്ടായിരിക്കണം. Always there should be oil upon your head. എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സ്, which means your mind. ഈ തലയെന്ന് പറഞ്ഞ മനസ്സാണ്. Head speaks about your mind. മനസ്സിൽ ദൈവവിശ്വാസം മാത്രം ഉണ്ടായിരിക്കണം. Always the mind should be filled with the faith of God. ദൈവത്തോട് സംസാരിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം ഉണ്ടാകണം. There has been experience of communicating always with the Lord and worshiping in the spirit. അന്യഭാഷ സംസാരിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവത്തോട് സംസാരിക്കുകയാണ്. God who talks in no tongue is not talking with the fellow being, rather he is talking with God. ദൈവത്തോട് സംസാരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചല്ലോ. God has given us the privilege to commune with him. കഴിഞ്ഞ രാത്രിയില് last night നമ്മുടെ എംജെച്ചാൻ എഴുതിട്ട് എല്ലാവരും എഴുതിപ്പിച്ച് നല്ലൊരു ആത്മാവിൽ നിറച്ചു. our esteemed pastor M.T. Thomas asked people to stand up and the people got filled with the spirit. ഭയങ്കര സന്തോഷമുണ്ടായി. I was really joyful. ദൈവമക്കൾ ആത്മാവിൽ നിറയുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. I noticed the people of God getting filled in the spirit. I was gladdened. ഒരു കാര്യം സത്യമാണ്. One thing is true. നിങ്ങൾ പാട്ട് നിർത്തി കഴിയുമ്പോൾ അഭിഷേകം തീർന്നു പോകുകയാണ്. Once a song is over, your power of anointing is exhausted. പാട്ട് പാടണ്ട. No need to sing. ദൈവത്തെ യേശുവിനെ ധ്യാനിച്ച് സന്തോഷിക്കണം. Meditate on Jesus and rejoice. ധ്യാനത്തിങ്കൽ തികത്തും. At you meditate, at music, അപ്പോൾ there is നാമത്തെ സംസാരിക്കും. then you will open the mouth and speak. പ്രിയ ദൈവമക്കളെ, അന്യഭാഷ അടയാളത്തോട് ആത്മനിർവശക്തിയോട് അഭിഷേകത്തെ നിറഞ്ഞ് സന്തോഷിക്കുന്നെങ്കിൽ ഒരു സൂത്രപ്രയോഗവും ഒരു മന്ത്രവാദ ശക്തികളും ഒരു സാത്താന്റെ പോരാട്ടങ്ങളും നിന്റെ കുടുംബത്തിലോ നിന്നിന് വരികയില്ല. Beloved people of God, if you get filled with the power of anointing, talk in tongues by the Spirit of the Lord, no power of divination, no witchcraft, no sorcery, no devil shall come unto your house. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അഭിഷേകത്താൽ നിന്റെ കർത്താവ് എന്നിലും നിങ്ങളിലും വാസം ചെയ്യുകയാണ്. By this anointing, this Lord is dwelling in you and me. യോഹന്നാൻ 14:20 വാക്യം. John's Gospel chapter 14 verse 20. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ പ്രാപിക്കുന്നവരെ അന്യഭാഷ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ഉള്ളത്തിലുണ്ടാകുകയാണ്. People who receive the power of anointing, as you talk in tongues, the presence of God is coming to your heart. 14:20 വാക്യം. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്നറിയും. On that day you will come to know about it. എന്നാണ് when അന്യഭാഷ സംസാരിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യത്തിന്റെ ഉള്ളത്തിലുണ്ടാകും. when you talk in tongues and worship unto the Lord, the presence of Jesus shall overshadow your heart. ദൈവത്തിന്റെ സ്തോത്രം. Praise be to the Lord. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, people who received anointing, എന്റെ ദൂത്
അവസാനിപ്പിക്കും മുമ്പ് Before winding my message, സമയം പോയിരിക്കുകയാണ്. my time has spent എങ്കിലും by. ദൂത് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് How before wrapping my words, 2 മിനിറ്റ് മാത്രം 2 minutes only. മുടങ്കാലിൽ ഇരുന്ന് Please be on the കൈകൾ knees. തൊട്ടി Clap your hands. ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? Can you worship the Lord? ശത്രു രക്ഷിക്കട്ടെ. May the devil be put to shame. കസേരയിരിക്കുന്ന ദൈവമക്കളെ, People who are on the chairs, നിങ്ങൾ കൈകളെ തട്ടി please clap your hands. കണ്ണുകളെ മൂടി Close your eyes. ദൈവത്തോടെ നിങ്ങൾ ഒരു മിനിറ്റെങ്കിലും ആത്മാവിൽ സന്തോഷിക്കാമോ? And if for 1 minute can you rejoice in the Lord? നിന്നുള്ള ബലഹീനത മാറും. Your infirmity shall flee നിന്റെ away. രോഗത്തിലെ സഖ്യത വിട്ടു മാറും. Para sickness shall run away. സാത്താന്റെ പോരാട്ടം വിട്ടു മാറും. Satan is striving shall cease to pass. ബലഹീന ശരീരം മാറും. Your weak body shall be നിന്റെ removed. ശരീരത്തിൽ ക്ഷീണങ്ങൾ അകറ്റും. Weariness shall be removed. ശത്രുവിന്റെ പോരാട്ടങ്ങൾ വിട്ടു മാറും. All the strivings of the enemy shall be over. ഒരു നിമിഷം 1 minute. എല്ലാവരും ഒന്ന് ആ കൈകളെ തട്ടി ആത്മാവിൽ ആരാധിച്ചാട്ടെ. Come on, please clap your hands. Worship in the spirit. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Offer glory to the Lord. ശത്രുവിന്റെ സകല പോരാട്ടങ്ങളും ഇതാ നീങ്ങുകയാണ്. Behold, all the fights brought by the enemy are driven out. ശൂഢ വിക്കം ദിദിക്കണമാക്കത്തുലായി.